ഒരൊറ്റ പരീക്ഷ നന്നായിട്ട് എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലിയാണ് കിട്ടാൻ പോകുന്നത്. ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ LDC പരീക്ഷയ്ക്ക്. അപ്പോൾ ഇനിയുള്ള സമയം കൊണ്ട് LDC നേടാനുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞൊരു കാര്യമാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ് പക്കായിട്ട് പഠിച്ചു തീർക്കുക. ആ കൂട്ടത്തിൽ GKയും സയൻസും എല്ലാം ഉൾപ്പെടുന്ന പൊതുവിജ്ഞാനം എന്ന് പറയുന്ന പോർഷൻ ആ സിലബസ് ക്യാപ്സ്യൂൾ പോലെയൊന്ന് പ്രധാനപ്പെട്ടതും മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി അങ്ങ് മാക്സിമം സിലബസിൽ ഒന്ന് ടച്ച് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഈ ഒരു പോർഷനിൽ നിന്ന് GKയും സയൻസും എല്ലാം ഉൾപ്പെടുന്ന പൊതുവിജ്ഞാനം പോർഷനിൽ നിന്ന് ഒരു ആവറേജ് മാർക്കും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ് എന്നീ പോർഷനുകളിൽ നിന്ന് ഭൂരിഭാഗം മാർക്കും മേടിക്കാൻ പറ്റിയാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്ത് സർവീസിൽ കയറാൻ സാധിക്കും. അങ്ങനെ നടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സുകളൊക്കെ ചെയ്തു പോകുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് കലണ്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട് മാത്സിൽ. എല്ലാ PSC പരീക്ഷയിലും ഈ ഒരു ഭാഗം ഒരു ചോദ്യം ഉറപ്പാണ്. സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായാൽ പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ ഒരു ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ. പിന്നെ 6 മാർക്കിൻ്റെ ഒരു ടോപ്പിക്കാണ് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം എന്നത്. അതിലെ കുറച്ച് ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ മലയാളം നമ്മളൊന്നും വലിയായിട്ടൊന്നും പഠിച്ചില്ലെങ്കിലും കുറച്ച് മാർക്ക് കിട്ടും. പക്ഷേ കുറച്ചൊന്ന് പഠിച്ചാൽ ഭൂരിഭാഗം മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. മലയാളത്തിലെ കുറച്ച് വിപരീതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളോട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ കണ്ട് പഠിച്ചു തീർത്ത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്ന എക്സ്ട്രാ കാര്യങ്ങളും പഠിച്ച് നിങ്ങൾ സെറ്റായി പോകും. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. കുറച്ച് സമയമേ ഉള്ളൂ. സോ ആദ്യത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 100 ദിവസം കഴിഞ്ഞ് ഏത് ആഴ്ചയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇന്നത്തെ ദിവസം തന്നിട്ടുണ്ട് തിങ്കളാഴ്ച. അപ്പോൾ ഇതേ ടൈപ്പ് ചോദ്യം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ആ ചോദ്യത്തിൻ്റെ ഘടന നോക്കിക്കോണം. ഇന്ന് തിങ്കളാഴ്ചയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം കഴിയുമ്പോൾ ചൊവ്വാഴ്ചയാണെന്നറിയാം, 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ബുധനാഴ്ചയാണെന്നറിയാം, 3 ദിവസം കഴിയുമ്പോൾ വ്യാഴം, 4 ദിവസം കഴിയുമ്പോൾ വെള്ളി, 5 ദിവസം കഴിയുമ്പം ശനി, 6 ദിവസം കഴിയുമ്പോൾ ഞായർ, 7ാമത്തെ ദിവസം 7 ദിവസം കഴിയുമ്പോഴാണ് 7 ദിവസം കഴിയുമ്പോഴാണ് തിങ്കൾ വരുന്നത്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ വീണ്ടും തിങ്കൾ വരും. 7ൻ്റെ ഇരട്ടി അടുത്ത 7 തന്നെ ഇത് വരുമ്പോൾ 7ൻ്റെ ഇരട്ടി വരുമ്പോൾ 14 ദിവസം കഴിയുമ്പോൾ വീണ്ടും തിങ്കൾ വരും. അതുപോലെ 21 ദിവസം കഴിയുമ്പോൾ വീണ്ടും തിങ്കൾ വരും. അങ്ങനെ 7ൻ്റെ ഗുണനങ്ങളെല്ലാം വീണ്ടും തിങ്കൾ ആവർത്തിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇങ്ങനെ എത്ര ദിവസം കഴിയുമ്പോൾ എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ അത് കാണാൻ വേണ്ടി ഈ തന്നിരിക്കുന്ന സംഖ്യ, ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്, 100 ദിവസം കഴിഞ്ഞ് ഏതാഴ്ചയായിരിക്കുമെന്നല്ലേ ചോദിച്ചേക്കുന്നത്, 100 തന്നേക്കുന്നത്. ആ തന്നിരിക്കുന്ന നമ്പറിനെ 7 കൊണ്ട് ഹരിക്കണം. തന്നിരിക്കുന്ന നമ്പറിനെ ഏത് നമ്പർ കൊണ്ടാണ് ഹരിക്കേണ്ടത്? 7 കൊണ്ട് ഹരിക്കണം. കാരണം ഒരാഴ്ചയിൽ 7 ദിവസമാണുള്ളത്. വീണ്ടും 7 ദിവസം കഴിഞ്ഞല്ലേ ഉള്ളൂ അടുത്ത ആ സെയിം ആഴ്ച വരത്തുള്ളൂ. അപ്പോൾ 7 കൊണ്ട് ഹരിക്കണം. 10ൽ എത്ര 7 ഉണ്ട്? 10ൽ 1 ആണെന്ന് നമുക്കറിയാം. 1 × 7 7. ശിഷ്ടം 3 വരും. അടുത്ത 0 ഇറക്കി എഴുതി. 30ൽ എത്ര 7 ഉണ്ട്? 30ൽ 4. 7 4 28. ശിഷ്ടം 2 വന്നില്ലേ? അപ്പോൾ റിമൈൻഡർ ഇവിടെ 2 വന്നു. ആ 2 നമ്മുടെ ഇവിടുത്തെ തുറുപ്പുകുലൻ, അല്ലെങ്കിൽ 2 വെച്ചാണ് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. റിമൈൻഡർ എത്രയാണോ വരുന്നത് തന്നിരിക്കുന്ന ദിവസത്തിൻ്റെ കൂടെ അത് കൂട്ടണം. തന്നിരിക്കുന്ന ദിവസം എത്രയാണോ അതിൻ്റെ കൂടെ 2 ദിവസം കൂട്ടണം. ഇവിടെ തിങ്കളാഴ്ചയാണ് തന്നിരിക്കുന്നത്, തിങ്കളല്ലേ, തിങ്കൾ പ്ലസ് 2 ദിവസം. റിമൈൻഡർ എത്രയാണോ അത്രയും ദിവസങ്ങൾ പ്ലസ് 2 ദിവസം. അത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തിങ്കളുടെ കൂടെ 2 ദിവസം കൂടുമ്പോൾ, തിങ്കളുടെ കൂടെ 1 ദിവസം കൂടുമ്പോൾ ചൊവ്വയാണ്, 2 ദിവസം കൂടുമ്പോൾ ബുധനാണ് കിട്ടുന്നത്. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ബുധനാണ് ഇവിടെ ശരി ഉത്തരമായി വരുന്നത്. അപ്പോൾ 100 ദിവസം കഴിഞ്ഞ് 101ാം ദിവസം ബുധനാഴ്ചയായിരിക്കും. 100 ദിവസം കഴിഞ്ഞ് എന്നാണ്, 100ാം ദിവസം ഏത് എന്നല്ല. 100 ദിവസം കഴിഞ്ഞ് 101ാം ദിവസം ബുധനായിരിക്കുമെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ അടുത്ത 100ാം ദിവസം ഏത് ആണ് എന്ന് ചോദിച്ചാൽ അത് ചൊവ്വായായിരിക്കും. ഇപ്പോൾ 100 ദിവസം കഴിയുമ്പോൾ, 100 ദിവസം കൂടെ കഴിയുമ്പോൾ പിന്നെ 101ാമത്തെ ദിവസമാണ്, അത് ബുധനാണ്. സോ ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ 100 ദിവസം കഴിഞ്ഞ് ബുധനാഴ്ചയായിരിക്കുമെന്ന് ഓർത്തോളുക. അപ്പോൾ ഇങ്ങനെ ചോദ്യം വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുക. ഐഡിയ കിട്ടിയല്ലോ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ടൈപ്പ്. 2013 ജനുവരി 1 വ്യാഴാഴ്ചയായാൽ 2013 എത്ര വ്യാഴാഴ്ചകൾ ഉണ്ടായിരിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അവിടെ തന്നിരിക്കുന്ന ആ ഒരു ഡേറ്റ് ഒന്ന് നോക്കുക. ഇവിടെ 2013 ജനുവരി 1 ഡേറ്റ് തന്നേക്കുന്നത്. 2013 ആദ്യത്തെ ദിവസം ഏതാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വ്യാഴാഴ്ചയാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2013 എത്ര വ്യാഴാഴ്ചകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഘടന ഇതേ രീതി തന്നെയാണെങ്കിൽ, ജനുവരി 1 തന്നെ ഇങ്ങനെ തന്നെയാണ് ചോദിക്കുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഒരു സാധാരണ വർഷത്തിൽ, സാധാരണ വർഷം എന്ന് പറഞ്ഞാൽ ലീപ്പ് ഇയർ അല്ലാത്ത വർഷം, 365 ദിവസമുള്ള വർഷം, ഫെബ്രുവരി 28 ദിവസമുള്ള വർഷം. അപ്പോൾ ഒരു സാധാരണ വർഷത്തിൽ ജനുവരി 1 ഒരു സാധാരണ വർഷത്തിൽ ജനുവരി 1 ഏത് ദിവസമാണോ വരുന്നത്
ആ ദിവസം ആ വർഷം ആകെ 53 എണ്ണം ഉണ്ടാകും. അപ്പോൾ ഒരു സാധാരണ വർഷത്തിൽ ജനുവരി 1 വരുന്ന തീയതി 53 എണ്ണം ഉണ്ടാകും എന്ന് ഓർത്തിരിക്കുക. ബാക്കിയുള്ള ദിവസങ്ങൾ 52. ബാക്കി ഞാൻ ചുമ്മാ ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ബാക്കിയുള്ള ദിവസങ്ങൾ 52. അപ്പം ജനുവരി 1 ഏതാണോ അതൊരു സാധാരണ വർഷമാണെങ്കിൽ ഒരു സാധാരണ വർഷത്തിൽ ജനുവരി 1 ഏത് ദിവസമാണോ ആ ദിവസം 53 പ്രാവശ്യം ഉണ്ടായിരിക്കും ആ ഒരു വർഷം. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും 52 പ്രാവശ്യമായിരിക്കും ഉള്ളത്. ഒന്നുകൂടെ പറയാം, ഒരു സാധാരണ വർഷം അഥവാ ഓർഡിനറി ഇയറിൽ ജനുവരി 1 വരുന്ന ദിവസം ആ വർഷത്തിലാകെ 53 എണ്ണം ഉണ്ടാകും. ബാക്കിയുള്ള ദിവസങ്ങൾ 52 എണ്ണം വീതം. ഇനിയിപ്പോൾ ഒരു സാധാരണ വർഷമല്ല, ഒരു അതിവർഷമാണെങ്കിൽ, ഒരു ലീപ്പ് ഇയർ ആണെങ്കിൽ, അതിവർഷമാണെങ്കിൽ ലീപ്പ് ഇയർ ആണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് ജനുവരി 1 മാത്രമല്ല ജനുവരി 2 ഉണ്ട് എന്നോർക്കണം. ഒരു അതിവർഷമാണെങ്കിൽ ജനുവരി 1, 2 തീയതികളിൽ വരുന്ന ദിവസം ആ വർഷത്തിൽ 53 ഉണ്ടാവും. ലീപ്പ് ഇയർ ആണെങ്കിൽ ജനുവരി 1, 2 53 ഉണ്ടാവും ആ വർഷം. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും 52 ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഒരു സാധാരണ വർഷത്തിൽ ജനുവരി 1 വരുന്ന ദിവസം 53 എണ്ണം ഉണ്ടാകും. ആ വർഷത്തെ 53 എണ്ണം ആ ദിവസം ഉണ്ടാകും. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും 52 എണ്ണമേ കാണത്തുള്ളൂ. ഒരു ലീപ്പ് ഇയർ ആണെങ്കിൽ ജനുവരി 1ലെയും 2ലെയും തീയതികൾ 53 പ്രാവശ്യം ആവർത്തിക്കും. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും 52 പ്രാവശ്യമേ ഉണ്ടാകത്തുള്ളൂ. സംഗതി കിട്ടിയല്ലോ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ജനുവരി 1, 2013 എന്ന് പറയുന്നത് ഒരു സാധാരണ വർഷമാണ് എന്ന് നമുക്കറിയാം. 4 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ലല്ലോ. സോ 2013 ജനുവരി 1 വ്യാഴമാണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2013 എത്ര വ്യാഴാഴ്ചകൾ കാണും? 53 വ്യാഴാഴ്ചകൾ കാണും. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. സംഭവം കത്തിയല്ലോ. അപ്പോൾ ഈ ഒരു ചോദ്യം വന്നാൽ ഇനി ഒരു 5 സെക്കൻഡ് പോലും എടുക്കാതെ മാർക്ക് ചെയ്യാൻ, ആ ഓപ്ഷൻ കറപ്പിക്കാനുള്ള ഒരു സമയം കൊണ്ട് മാത്രം ഉത്തരം കണ്ടെത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്സിലെ ഈ ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള കലണ്ടറുമായി ബന്ധപ്പെട്ട എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും നിങ്ങൾ ഇന്നും നാളെയും കൊണ്ടങ്ങ് മാക്സിമം ചെയ്തങ്ങ് സെറ്റാക്കി പോവുക. സിമ്പിളായിട്ടുള്ള ഭാഗമാണ് കലണ്ടർ എന്ന് പറയുന്നത്. പഠിച്ചാൽ ഉറപ്പായിട്ടും അതിൽ നിന്നുള്ള ഒരു മാർക്ക് നമുക്ക് നേടാൻ പറ്റും. 10 ചോദ്യങ്ങൾ മാത്സിൽ 10 മാർക്ക് നേടാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലത്. അപ്പം അടുത്ത ഇനി നമ്മൾ ജീവശാസ്ത്രമാണ് നോക്കാൻ പോകുന്നത്. ജീവശാസ്ത്രത്തിലെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ഞാൻ ഈ വീഡിയോ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു പോവുക. പിന്നെ ജീവശാസ്ത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോഴ്സിൽ ഡീറ്റെയിൽ ആയിട്ടൊരു PDF ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതുവരെ ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളും ഉൾപ്പെടുത്തി കോഴ്സ് വാങ്ങിച്ചവർ ആ PDF എല്ലാം ഇന്ന് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു 2-3 പ്രാവശ്യം വായിക്കുക. കുറച്ച് സമയം എടുക്കും വായിക്കാൻ, കുറച്ച് മെനക്കെടണം, കഷ്ടപ്പെടാതെ പറ്റത്തില്ലൂ. അപ്പോൾ ഇന്ന് തന്നെ വായിക്കുക. അല്ലാത്തവർ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ വെച്ച് ഈ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഒന്ന് ഓടിച്ച് ക്യാപ്സുകൾ പോലെ വായിച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം വായിച്ചൊന്ന് മെമ്മറൈസ് ചെയ്ത് സെറ്റാക്കുക. ഓക്കെ, ഡെയിലി നമ്മൾ എന്താ പറയുക, ഒരു സബ്ജക്റ്റ് മുഴുവനായിട്ടൊക്കെ വായിക്കാനൊക്കെ ഞാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾ പറ്റുന്ന പോലെ വായിച്ച് തീർക്കാനൊക്കെ ശ്രമിക്കണം. ഒത്തിരി കാണാതെ പഠിക്കാതെ കുറച്ചൊന്ന് വായിച്ച് റിപ്പീറ്റഡായിട്ട് വായിച്ച് സമയമെടുത്ത് വായിച്ച് പോയാൽ നമ്മൾ പോലും ചില പോയിൻറ്റുകളൊക്കെ നമ്മുടെ തലയിലേക്ക് അങ്ങ് കയറി പൊക്കോളും. അത് തുടർന്ന് പോകുമ്പം റിവൈസ് ചെയ്ത് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് പോകുമ്പോൾ നമ്മളങ്ങ് പഠിച്ചോളും. അപ്പോൾ അങ്ങനെ അങ്ങ് വായിച്ച് പോവുക. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ജീവശാസ്ത്രത്തിലേക്കാണ്. ശ്രദ്ധിക്കുക. ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും. ജീവകങ്ങൾ പച്ചക്കറികളിൽ നിന്നൊക്കെ പ്രധാനമായും ലഭ്യമാകുന്ന പോഷകമാണ് ഈ ജീവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ജീവകങ്ങളെ പറ്റി പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഏതൊരു ബുക്ക് എടുത്താലും ആദ്യം കാണുന്ന പോയിന്റുകളാണ് ഇത് കണ്ടെത്തിയത് ആര്, ഇതിന് പേര് നൽകിയത് ആര് എന്നൊക്കെയുള്ള പോയിന്റുകൾ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ജീവകങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോഫ്കിനാണ്. ജീവകങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോഫ്കിനാണ്. അതുപോലെ ഇവയ്ക്ക് പേര് നൽകിയത് ജീവകങ്ങൾക്ക് പേര് നൽകിയത് കാസിമർ ഫങ്ക് ആണ്. ജീവകങ്ങൾക്ക് പേര് നൽകിയത് കാസിമർ ഫങ്ക്. ഇതിങ്ങനെ ചുമ്മാ പറഞ്ഞു പോയാൽ പോരല്ലോ, ഇത് ഓർത്തിരിക്കേണ്ടേ. നമ്മൾ ഏത് ബുക്ക് എടുത്താലും ഇത് തന്നെയാണ് ആദ്യം വായിക്കുന്നത്. പക്ഷേ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ മറന്നു പോകും. അതുകൊണ്ട് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു കണക്ഷൻ ഞാൻ പറയാം. ജീവകങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോഫ്കിൻ, പേര് നൽകിയത് കാസിമർ ഫങ്ക്. ജീവകങ്ങൾ, ജീവിക്കുക എന്ന ഒരു സംഭവത്തിലേക്ക് എത്താമല്ലോ. പലരും ജീവിക്കുന്നത് തൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഓസിയാണ് എന്ന് നമ്മൾ പറയാറില്ലേ. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ റിച്ച് ആണെങ്കിൽ, ചിലരുടെയൊക്കെ കൂട്ടുകാർ ഭയങ്കര റിച്ച് ആണെങ്കിൽ ആ ഫ്രണ്ട്സിനെ ഓസിയാണ് പലരും ജീവിക്കുന്നത്. കാരണം ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ആ റിച്ചായിട്ടുള്ള ഫ്രണ്ട്സ് കാശ് കൊടുത്തോളുമല്ലോ. അങ്ങനെ ഓസിയാണ് പലരും ജീവിക്കുന്നത് എന്നോർത്ത് ജീവിക്കുക. ജീവകങ്ങൾ ഫ്രണ്ട്സിനെ, റിച്ചായിട്ടുള്ള ഫ്രണ്ട്സിനെ ഓസിയാണ്, ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഓസിയാണ് ജീവിക്കുന്നത്, അവർ കാശ് കൊടുത്തോളും. ആ വാക്കുകളൊക്കെ എടുക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ് റിച്ച് ആണെങ്കിൽ ഫ്രണ്ട്സ് റിച്ച്, ഫ്രെഡറിക്, ആ റിച്ചിൽ നിന്ന് ഇംഗ്ലീഷിൽ റിച്ച് എന്ന് എഴുതുന്നതിൽ നമുക്ക് റിക്കിലേക്ക് കണക്ട് ചെയ്യാമല്ലോ. ഫ്രെഡറിക് ഹോട്ടലിലൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ, ഹോഫ്കിൻ, ഫ്രെഡറിക് ഹോഫ്കിൻ
കണ്ടെത്തി. ഇനി കാശ് കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞല്ലോ, കാശിൽ നിന്ന് കാശിലേക്ക് എത്താം. കാസിമർ ഫങ്ക് ആണ് പേര് നൽകിയത്. അപ്പോൾ ഓർത്തിരിക്കുക, ജീവകങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോഫ്കിനും പേര് നൽകിയത് കാസിമർ ഫങ്കുമാണ്. രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് ജീവകങ്ങൾ കണ്ടെത്തിയത്. ഫ്രെഡറിക് ഹോഫ്കിനും പേര് നൽകിയത് കാസിമർ ഫങ്കും. റിച്ച് ആയിട്ടുള്ള ഫ്രണ്ട് കാശ് കൊടുത്തോളും, ഫ്രണ്ട് റിച്ച്, ഫ്രെഡറിക് ഹോഫ്കിനും കാസിമർ ഫങ്കും. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 പോയിന്റുകളുണ്ട്. ജീവകങ്ങളെ രണ്ടായിട്ടൊക്കെ തരംതിരിക്കാം. ജലത്തിൽ ലയിക്കുന്നവയും അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്നവയും. ജലത്തിൽ ലയിക്കുന്നവ, കൊഴുപ്പിൽ ലയിക്കുന്നവ എന്ന് ജീവകങ്ങളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ബിയും സിയും, അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ADEK. ഈ 4 ജീവകങ്ങളും. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. PSC പരീക്ഷകളിൽ പലപ്പോഴും ചോദിക്കാറുണ്ട്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് കൂട്ടത്തിൽ ചേരാത്തത്, അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്നവ ഏത്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ജലത്തിൽ ലയിക്കുന്നത്, ഏതൊക്കെയാണ് വെള്ളത്തിൽ ജയിക്കുന്നത് എന്നൊക്കെ നമുക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ അതിന് ഉത്തരം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ജീവകം ബിയും സിയും, BC ആണല്ലോ ജലത്തിൽ ലയിക്കുന്നവ. ജലം, വാട്ടർ, തണ്ണി. ഈ ചിലരൊക്കെ തണ്ണി അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ ആരെങ്കിലും ഫോൺ വിളിക്കുകയൊക്കെ ആണെങ്കിൽ അവർ പറയത്തില്ലേ, ഞാൻ ഭയങ്കര ബിസിയാണ്, അവിടെ ഒരു ബിസി ആയിട്ടുള്ള മീറ്റിങ്ങിലാണ് എന്നൊക്കെ ചില ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരെ പേടിച്ച് ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ പറ്റില്ല, സിനിമകളിലൊക്കെ കാണാൻ പറ്റില്ല. അപ്പോൾ തണ്ണി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ബിസിയാണെന്ന് ആര് വിളിച്ചാലും പറയുമെന്ന് ഓർത്താൽ മതി. തണ്ണി, ജലം, ജലവും ബിസി. ബിയും സിയും ജലവുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ B, C. ഓക്കെ, ജീവകം ബിയും സിയും ജലത്തിൽ ലയിക്കുന്നു. ഇനി കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ, ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കണം. ADEK അതാണ് ഫാറ്റ് സോലുബിൾ, കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. അത് ഓർത്തിരിക്കണം. അതിന് പരമ്പരാഗതമായി പഠിച്ചു വന്നിട്ടുള്ള ഒരു കോഡ് നമ്മുടെ കയ്യിലുണ്ടല്ലേ, അടയ്ക്ക് കൊഴുപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ADEK, അടയ്ക്ക് ADEK, അടയ്ക്ക് കൊഴുപ്പ്, അടയ്ക്ക് കൊഴുപ്പുണ്ടെന്നോ, കൊഴുപ്പുണ്ട്, അടയ്ക്ക് കൊഴുപ്പുണ്ട്, അങ്ങനെ ഒരു കോഡങ്ങ് പഠിച്ചാൽ മതി. ADEK, അടയ്ക്ക് കൊഴുപ്പുണ്ട്, ADEK കൊഴുപ്പ്, കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ADEK. അപ്പം ജലത്തിൽ ലയിക്കുന്ന ഏതൊക്കെയാണ് ബിയും സിയും, കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ADEK. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവകം എയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വൈറ്റമിൻ എയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാ കാണുന്ന ജീവകമാണ് ജീവകം എ. മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാ കാണുന്ന ജീവകമാണ് ജീവകം എ. ഇനി ഏറ്റവും പ്രധാനം, ജീവകം എയുടെ ശാസ്ത്രീയ നാമം എന്ത് എന്നുള്ളതാണ്. ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ്. റെറ്റിനോൾ, ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ. ഈ എ എന്ന് കാണുമ്പോൾ തന്നെ അഡൽട്സ് എന്ന വാക്കുമായിട്ട് കണക്ട് ചെയ്തോളാം. ജീവകം എയെ പറ്റി പഠിക്കുമ്പോൾ അഡൽട്സ് എന്ന വാക്കുമായിട്ട്, പ്രായപൂർത്തിയായവരെയാണല്ലോ നമ്മൾ അഡൽട്സ് എന്നൊക്കെ പറയുന്നത്, അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്താണ് ഞാൻ ജീവകം എ പഠിപ്പിക്കാൻ പോകുന്നത്. സോ ശ്രദ്ധിച്ചോണം. അഡൽട്സ്, ചില സിനിമകളൊക്കെ ഇപ്പം ശക്തമായിട്ടുള്ള വയലൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളുണ്ടെങ്കിൽ അതിനെങ്ങനെ എ എന്നൊരു സിമ്പിൾ ഇടുന്ന് കാണാൻ പറ്റില്ല. പോസ്റ്ററിലൊക്കെ അഡൽട്സ് ഉള്ളി, അഡൽട്സിന് മാത്രമേ, പ്രായപൂർത്തിയായവർക്ക് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. ആ ഒരു രീതിയൊക്കെ വെച്ചാണ് അങ്ങനത്തെ സിമ്പിളൊക്കെ അവരിടുന്നത്. അപ്പോൾ അഡൽട്സിന് മാത്രം കാണാൻ പറ്റുന്ന സിനിമകളാണെങ്കിൽ അതിന് A സർട്ടിഫിക്കറ്റാണ് നമ്മുടെ ഫിലിം സർട്ടിഫിക്കേഷൻ അതോറിറ്റി കൊടുക്കുന്നത്. പ്രായപൂർത്തിയായവർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർ കാണുന്നത് എന്തുകൊണ്ടാണ്? ഈ കണ്ണിലെ റെറ്റിനയൊക്കെ വെച്ചല്ലേ ഈ അഡൽട്സ് ഉള്ളി ആണെങ്കിലും മൂവി കാണുന്നത്, റെറ്റിന. അപ്പം ഇത് എന്താ പറയുക, അഡൽട്സ് ഉള്ളി ആയിട്ടുള്ള മൂവാണ്. A സർട്ടിഫിക്കറ്റ് കൊടുത്ത മൂവി ആണെങ്കിൽ പോലും, അല്ലാത്ത സർട്ടിഫിക്കറ്റ് കൊടുത്ത മൂവി ആണെങ്കിൽ പോലും എന്തായാലും ഈ കണ്ണിലെ റെറ്റിന വെച്ചേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് ഓർത്ത്. റെറ്റിനോൾ. ഓള് കാണുന്നത് എന്തായാലും റെറ്റിന വെച്ചാൽ, അപ്പോൾ ഓൾക്ക് ഇപ്പം പ്രായപൂർത്തി ആയെങ്കിലും ഇല്ലെങ്കിലും ഏത് അഡൽട്സ് ഉള്ളി ആണെങ്കിലും അല്ലാത്ത മൂവി ആണെങ്കിലും റെറ്റിന വെച്ച് കാണാൻ പറ്റത്തുള്ളൂ. റെറ്റിന ഉണ്ടല്ലേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് ഓർത്താൽ മതി. അപ്പോൾ റെറ്റിനോളുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. റെറ്റിനോൾ, ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ ആണെന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇപ്പം ഓരോ മൊബൈൽ ഫോണാണെങ്കിലും പുതിയ മോഡലുകൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പം പുതിയ മോഡൽ ഇപ്പം എന്താണ്, എന്തിൻ്റെയെങ്കിലും പുതിയ മോഡൽ ഇറങ്ങുവാണെങ്കിൽ അതിന് പ്രോ മോഡൽ എന്നുള്ള പറയത്തില്ലേ, പ്രോ മാക്സ്, ഐഫോൺ 13 പ്രോ, അല്ലെങ്കിൽ എന്താണ് OnePlus Pro, അങ്ങനെയൊക്കെ. OnePlus Pro ഉണ്ടാകുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ പ്രോ വെച്ച് ഒത്തിരി നമുക്ക് MacBook Pro, അങ്ങനെ പുതിയ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള മോഡലിന് പ്രോ വെച്ച് പറയാറുണ്ട്. പിന്നെ ചിലർ ഈ കഴിഞ്ഞ ദിവസം ഒരു TV പരിപാടി കേട്ടതാണ്, എന്തോ കലിപ്പനും കാന്താരിയായിട്ടുള്ള എന്തോ തമാശ പ്രോഗ്രാമായിരുന്നു. പൊരുത്തം ആദ്യം ഒരു സാധാരണ രീതി കലിക്കുന്ന കാമുകിയോട് കലിപ്പ് കാണിക്കുന്ന ഒരു പയ്യൻ വരും. അതിനുശേഷം വലിയ ഭയങ്കരമായിട്ടുള്ള കലിപ്പ് കാണിച്ച് അവളുടെ കർണക്കുറ്റിക്കിട്ടൊക്കെ അടിക്കുന്ന ഒരു പയ്യൻ വരും. അപ്പം മറ്റവൻ പറയും ഇത് കലിപ്പൻ പ്രോയാന്നൊക്കെ പറയും. അപ്പോൾ കൂടുതലായിട്ട് എക്സ്ട്രീം ആയിട്ടുള്ളതിനെ പ്രോ എന്ന്, അല്ലെങ്കിൽ അപ്ഗ്രേഡഡ് വേർഷനെ പ്രോ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. സോ പ്രോ. അതുപോലെ തന്നെ വൈറ്റമിൻ എയ്ക്കും ഒരു പ്രോ ഉണ്ട്, പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതെന്ന് ചോദിച്ചാൽ
കരോട്ടിനാണ്. ഓക്കെ, ഞാനിങ്ങനെ പ്രോ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷൻ ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കരോട്ട് എന്ന് പറയുന്നത്, കരോട്ടെ വീട്, കരോട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഈ കോട്ടയം ജില്ലയിൽ നിന്ന് എല്ലായിടത്തും അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തിനാണെന്ന് വെച്ചാൽ മുകളിലുള്ള വീട്, ഇപ്പം നമ്മുടെ വീടൊക്കെ കുറച്ച് താഴെ ഇരിക്കുവാണെങ്കിൽ, കുറച്ച് തട്ടായിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ മുകളിലുള്ള വീട് അല്ലെങ്കിൽ മുകളിലുള്ള ഒരു പള്ളി അവിടെ അതൊക്കെ എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കരോട്ടാണ് വീട്, കരോട്ടിരിക്കുന്ന എന്താ പറയുക അമ്പലം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും. കരോട്ടാണ് ആ പറമ്പ് അങ്ങനെ പറയും. മുകളിലുള്ള സ്ഥലം, താഴെയുള്ള സ്ഥലത്തിനേക്കാളും കുറച്ചുകൂടി ഉയരത്തിലുള്ള അപ്ഗ്രേഡഡ് ആയിട്ടുള്ള സ്ഥലത്തിന് കരോട്ടുള്ളത് എന്നുള്ളത് പറയുന്ന ഓർത്തേ. ഇപ്പോൾ പ്രോയും അപ്ഗ്രേഡഡ് ആയിട്ടുള്ളതാണല്ലോ പ്രോ വൈറ്റമിൻ എ ആണെങ്കിൽ കരോട്ടിൻ, പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു കരോട്ടിൻ, പ്രോ വൈറ്റമിൻ എ കരോട്ടിൻ. ഓക്കെ, ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ വായിച്ചു പോകുന്ന പോലെ ആവത്തില്ലേ. പ്രോ വൈറ്റമിൻ എ കരോട്ടിൻ. ഓക്കെ, ഇനി ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണവും ഈ കരോട്ടിനാണ്. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കരോട്ടിനാണ്. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിൻ. ക്യാരറ്റ് കരോട്ടിൻ കണക്ട് ചെയ്യാമല്ലോ. ക്യാരറ്റ് കരോട്ടിൻ, ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിൻ. ഓക്കെ, ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ്. അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ജീവകം എ ആണ്. ജീവകം എ മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തതയും സിറോഫ്താൽമിയും. 3 പോയിന്റുകൾ ഒരുമിച്ച് പറഞ്ഞ് 3 നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ജീവകം എ ആണ്. ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തതയും സിറോഫ്താൽമിയും. ഓക്കെ, അപ്പോൾ ഈ അഡൽട്സ് ആയിട്ടുള്ള ജീവകം എ ഞാൻ അഡൽറ്റുമായിട്ട് കണക്ട് ചെയ്തല്ലോ. അഡൽട്സ് ആയിട്ടുള്ള പലരും എന്താ പറയുക, അഡൽറ്റ് ആകുമ്പോൾ തന്നെ ഈ പ്രണയാഭ്യർത്ഥനകളും അല്ലെങ്കിൽ പ്രേമമൊക്കെ വീട്ടിൽ പറയുകയും എനിക്ക് ഇന്ന ചെറുക്കനെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ഇന്ന പെൺകുട്ടി വിവാഹം കഴിക്കണം എന്ന് വീട്ടിൽ പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാറുണ്ടല്ലോ സമൂഹത്തിൽ. അപ്പോൾ അഡൽറ്റ് ആയിട്ടുള്ളവരാണ് ഇത് ചെയ്യുന്നത്. അഡൽറ്റിൽ നിന്ന് എയിലേക്ക് നമുക്ക് എത്താം. പൊതുവെ കാമുകന്മാരാണല്ലോ അഡൽറ്റായി കഴിയുമ്പോൾ ഉടനെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ സമ്മതിച്ചില്ല, ആ പ്രേമം അങ്ങ് പൊളിഞ്ഞു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും വഞ്ചിക്കുകയോ തെക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവർ ആകെ തീരുമല്ലേ, ആകെ 0 ആയി പോകുമെന്ന് ഓർത്താൽ മതി. ശാന്തനായിട്ട് ഫുൾ 0 ആയിട്ട് എവിടെയെങ്കിലും അങ്ങിരിക്കും. അഡൽറ്റായി കഴിഞ്ഞ് പ്രേമം പൊട്ടുവാണെങ്കിൽ. പിന്നെ കാമുകൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഈ കാമുകനും എങ്ങനെയാണ്? കണ്ണും കരളുമാണ് കാമുകനും. അപ്പോൾ അഡൽറ്റ് ആയിക്കഴിഞ്ഞാൽ കാമുകയും തങ്ങളുടെ പ്രണയം വീട്ടിൽ അവതരിപ്പിക്കുന്നു. ചിലപ്പം വീട്ടുകാർ റിജക്റ്റ് ചെയ്യാം. അങ്ങനെ ബന്ധം വേർപിരിഞ്ഞാൽ ഇവർ ഫുൾ 0 ആയിപ്പോകും. അങ്ങനെ 0 ആയിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ മനസ്സിന് വിഷമമുണ്ടല്ലോ. മനസ്സിന് വിഷമം കാരണം ഇവർ വീട്ടിലിങ്ങനെ ശാന്തനായിട്ട് അങ്ങനെ ഫീൽ അടിച്ചിരിക്കും എന്നൊരു സംഭവം ഓർക്കുക. അപ്പോൾ കാമുകനും കണ്ണും കരളും. ഇനി നമുക്ക് ആ അഡൽറ്റിൽ നിന്ന് എയിലേക്ക് എത്താം. എയുമായിട്ട് ഇതെല്ലാം കണക്ട് ചെയ്യാം. ജീവകം എ സംഭരിക്കുന്നത് കരളിൽ. അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ജീവകം എ ആണ്. ഇനി ശാന്തനായിട്ട് 0 ആയി പോകും. പ്രേമം പൊട്ടിപ്പോയാൽ നമ്മൾ 0 ആണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർ അങ്ങനെയൊക്കെ വിചാരിച്ച് 0 ആയിട്ട് സിറോഫ്താൽമിയ, ശാന്തനായിട്ട് നിശാന്തത, ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങൾ നിശാന്തതയും സിറോഫ്താൽമിയും. അപ്പോൾ അത്രയും പോയിന്റുകൾ ആ ഒരു സംഭവം വെച്ച് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ജീവകം എ ആണ്. ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങൾ നിശാന്തതയും സിറോഫ്താൽമിയും. അപ്പോൾ വെച്ച് ഓർത്തിരിക്കുക, അപര്യാപ്തത രോഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിശാന്തതയും സിറോഫ്താൽമിയയും ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ്. സിറോഫ്താൽമിയ ജീവകം എയുടെ അപര്യാപ്തത രോഗമാണ്. ചുമ്മാ നമ്മൾ പറഞ്ഞു പോയാൽ നിങ്ങൾ ഓർത്തിരിക്കത്തില്ല. അതാണ് എന്തെങ്കിലും ഒരു കണക്ഷൻ ഞാനിങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ കരളൊക്കെ പറഞ്ഞല്ലോ. കരൾ പറഞ്ഞു, പിന്നെന്താണ് അഡൽറ്റ് പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു. കരളിൽ നിന്ന് ജീവകം എ ധാരാളമായി കാണപ്പെടുന്നത് ലിവർ അല്ലെങ്കിൽ കരളിലാണ് എന്ന് കണക്ട് ചെയ്യാമല്ലോ. കരളിൽ ജീവകം എ ധാരാളമായി കാണപ്പെടുന്നുവെന്ന് കണക്ട് ചെയ്യാം. കരൾ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തു അഡൽറ്റുമായിട്ട് ബന്ധപ്പെടുത്തി. ഇനി അതുപോലെ തന്നെ അഡൽറ്റ് ആകുന്നവരെ എല്ലാവരും ഈ പിള്ളേരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും പാല് കൊടുക്കും അല്ലേ. പാല് കുടിച്ചാണ് കുഞ്ഞുങ്ങളൊക്കെ വളരുന്നത്. അഡൽറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോഴും രാവിലെ പാല് കുടിച്ചാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ കളിയാക്കും. ഒരു അയ്യേ എന്നൊക്കെ നാണയില്ലെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ചായ കുടിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ തമാശ രീതിയിലെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം പാലും അഡൽറ്റുമായിട്ട് ആ രീതിയിലൊന്ന് കണക്ട് ചെയ്യാമല്ലോ. അഡൽറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിക്കത്തുള്ളൂ. ചെറുപ്പകാലങ്ങളിലാണ് ഈ പാലൊക്കെ കുടിക്കുന്നത്. അങ്ങനെയൊക്കെ ഓർത്താൽ മതി. അപ്പോൾ പാലും അഡൽറ്റുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്താൽ പാലുൽപ്പന്നങ്ങളിലും ജീവകം എ ധാരാളമായി കാണപ്പെടുത്തുമെന്ന് കണക്ട് ചെയ്യാമല്ലോ. പാലുൽപ്പന്നങ്ങളിൽ ജീവകം എ ധാരാളമായി കാണപ്പെടുന്നു. ജീവകം എ, വൈറ്റമിൻ എ പാലുൽപ്പന്നങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു. കരളിൽ ധാരാളമായി കാണപ്പെടുന്നു. പിന്നെ ക്യാരറ്റിൻ്റെ ഒരു കാര്യം ഇവിടെ പറഞ്ഞായിരുന്നല്ലോ. ക്യാരറ്റിലും ഉണ്ട് ജീവകം എ, ക്യാരറ്റിൽ കൂടുതലായി കാണപ്പെടുന്നു. അതുപോലെ തന്നെ ചീര, പയറില, ചേമ്പില, മുരിങ്ങയില. ചീര, പയറില, ചേമ്പില, മുരിങ്ങയില ഇവയിലെല്ലാം ജീവകം എ ധാരാളമായി കാണപ്പെടുന്നു. വൈറ്റമിൻ എ വേണമെങ്കിൽ നിങ്ങളിതെല്ലാം കഴിച്ചോണം. ചീരയും പയറിലയും ചേമ്പിലയും മുരിങ്ങയിലയും പാലും ക്യാരറ്റും
പിന്നെന്താണ് കരളും എല്ലാം കഴിച്ചോണം. ഓക്കെ, അപ്പം ജീവകം എ. ഇനി 2 വ്യക്തികളുടെ പേരൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മാർഗരറ്റ് ഡേവിഡും എൽമർ മക്കുലവും. ഡേവിഡ് അല്ല, ഡേവിസ്. മാർഗരറ്റ് ഡേവിസും എൽമർ മക്കുലവും ജീവകം എ കണ്ടെത്തിയതാണ്. മാർഗരറ്റ് ഡേവിസും എൽമർ മക്കുലവും. ഞാൻ അഡൽറ്റുമായിട്ട് കണക്ട് ചെയ്തല്ലോ. അഡൽറ്റ് ആയാൽ മാത്രമല്ലേ ഉള്ളൂ ഈ സിഗരറ്റൊക്കെ വലിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അഡൽറ്റ് ആകുന്നവരെ കാത്തിരുന്ന്, അഡൽറ്റ് ആകുമ്പോഴേ ഒരു ജാടയോടെ പോയി കൂട്ടുകാരോടൊക്കെ കൂടെ പോയി ഒരു കടയിൽ പോയി, ഡേയ് മാറി നിൽക്ക്, ഞാൻ ഈ സിഗരറ്റ് ഒന്ന് വലിക്കട്ടെ എന്ന് ഒരാൾ പറഞ്ഞു നോക്കട്ടെ. ഡേയ് മാറി നിൽക്ക്, സിഗരറ്റ് ഒന്ന് വലിക്കട്ടെ, സിഗരറ്റ്. മാർഗരറ്റ് ഡേവിസ്, മാർഗരറ്റ് ഡേവിസ് ജീവകം എയുമായിട്ട് മാർഗരറ്റ് ഡേവിസിനെ ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ. അങ്ങനെ ഒക്കെ ഓർത്താൽ ഡേയ് മാറി നിൽക്ക്, ഞാൻ സിഗരറ്റ് മേടിച്ച് വലിക്കട്ടെ, ഞാൻ അഡൽറ്റായി. മാർഗരറ്റ് ഡേവിസ്. ആര് സിഗരറ്റ് ഒന്ന് വലിച്ചേക്കില്ലേ? മാർഗരറ്റ് ഡേവിസ് ജീവകം എയുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്തു. പിന്നെ എൽമർ മക്കുലം. അപ്പോൾ എല്ലാവരും മാറി നിൽക്കുമെന്നങ്ങ് ഓർത്ത്, എല്ലാവരും മാറി നിൽക്കുക. ഇനി ഞാനിങ്ങനെ എന്താ പറയുക, കുലപുരുഷനായിട്ടൊന്നും ജീവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ ഓർത്താൽ മതി. മക്കുലം, എൽമർ. എല്ലാവരും എൽമർ മക്കുലവും മാർഗരറ്റ് ഡേവിസുമാണ് ജീവകം എ കണ്ടെത്തിയത്. എൽമർ മക്കുലവും മാർഗരറ്റ് ഡേവിസുമാണ് ജീവകം എ കണ്ടെത്തിയത്. റിലാക്സ്ഡ് ആയിട്ട് ഞാൻ ഈ പറയുന്ന പോയിന്റുകൾ ചുമ്മാ മനസ്സിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിപ്പിച്ച് ഈ പേരുകളൊക്കെ ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ നമ്മൾ ഓർത്തിരിക്കുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് നമ്മൾ കോഡുകൾ പറഞ്ഞു പോകുന്നത്. ഭയങ്കരമായിട്ടുള്ള കോഡുകളാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ നമുക്ക് ഓർത്തിരിക്കാൻ സഹായകമാകുന്ന എന്തെങ്കിലും ഒരു സംഭവമായിട്ട് കരുതിയാൽ മതി. ഓർത്തിരിക്കുക, മാർഗരറ്റ് ഡേവിസും എൽമർ മക്കുലവുമാണ് ജീവകം എ കണ്ടെത്തിയത്. അപ്പോൾ ജീവകം എ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എവിടെയൊക്കെയാണെന്ന് ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ലേ? കണ്ണടച്ചൊന്ന് ഓർത്ത് ഏതൊക്കെയാണ്? കരളിലുണ്ട്, പാലുൽപ്പന്നങ്ങളിലുണ്ട്, പിന്നെന്താണ് ക്യാരറ്റിലുണ്ട്, അതുപോലെ ചീരയില, മുരിങ്ങയില, പിന്നെന്താണ് ചേമ്പില, അവയിലൊക്കെ ജീവകം എ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകൾ ജീവകം എയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവകം ഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജീവകം ഡി എന്ന് നമ്മൾ പൊതുവെ അഭിസംബോധന ചെയ്യുന്നത് പെൺകുട്ടികളെയാണല്ലോ, പെൺപിള്ളേരെയാണ് ഡി എന്ന് വിളിക്കുന്നത്. അതുപോലെ ആൺപിള്ളേരെ ഡ എന്ന് വിളിക്കും. ആ ഡി എന്ന് പെൺകുട്ടികളെയാണ് വിളിക്കുന്നത് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് ജീവകം ഡിയുടെ കുറേ പോയിന്റുകൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ പഠിക്കുന്നത് ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമമാണ്. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ എന്നതാണ്. കാൽസിഫെറോൾ, ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ. ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം. ഒരു പെണ്ണ് കാണാൻ പോവുകയാണ്. പെണ്ണ് കാണാൻ പോകുന്നു. ചെറുക്കൻ വന്നു കഴിഞ്ഞാണ് പെണ്ണെന്തോ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വന്നത്. അപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആ തിരക്കിനിടെ ഓടി വന്നപ്പോൾ പുള്ളിക്കാരി എന്തോ ചെളി ചവിട്ടിയൊക്കെയാണ് കയറി വന്നത്. പൊതുവെ ഒരു പറച്ചിലുണ്ട്, പലരും പറയുന്നത് കേൾക്കാം, ഒരാളുടെ ശുചിത്വം അറിയണമെങ്കിൽ അയാളുടെ പാദങ്ങളിലേക്ക്, കാലിലേക്ക് നോക്കിയാൽ മതി. അയാൾ വൃത്തിയുള്ള ആളാണെങ്കിൽ കാലെപ്പോഴും ശുചിയായിട്ട് സൂക്ഷിക്കും, അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത മനുഷ്യനാണ് എന്നാണ് അർത്ഥം എന്നൊക്കെ ഇങ്ങനെ പൊതുവെ പറച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഓർത്ത്, പെണ്ണ് കാണാൻ പറ്റുന്ന ആ പെങ്കൊച്ച് ചിലപ്പോൾ നല്ല വൃത്തിയായിട്ടൊക്കെ ആയിരിക്കും വന്നേക്കുന്നത്, പക്ഷേ എന്തോ പെട്ടെന്ന് ഓടിപ്പടിച്ച് വന്നപ്പോൾ ആ കാലൊന്ന് ചെളി ചവിട്ടി. അപ്പം ചെറുക്കൻ കാണാതിരിക്കുമല്ലേ, ചെറുക്കൻ ഉടനെ കാണുന്ന ആ നിമിഷത്തിൽ തന്നെ എന്താണ് നോക്കുമ്പം ചെളി പറ്റിയ ചെരുപ്പൊക്കെ ഇട്ട് വരുന്നു. ഉടനെ ഈ ഒരു കോൺസെപ്റ്റ് അറിയാവുന്ന വ്യക്തി വിചാരിക്കത്തില്ലേ, ഓളുടെ കാല് കണ്ടില്ലേ ചെളിയൊക്കെ, അപ്പോൾ അവൾക്ക് വൃത്തിയില്ലാതെ പെണ്ണെ കെട്ടണം, അങ്ങനെയൊക്കെ സങ്കുചിതമായ ചിന്താഗതിയുള്ള ഒരാൾ ചിന്തിച്ചു എന്നൊക്കെ ഓർത്ത് ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. കാല്, ഓള്, ഡി, അപ്പോൾ അതെല്ലാം ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പം ഡിയും കാല്, ഓളും വൃത്തിയെല്ലാം വെച്ച് കാൽസിഫെറോളിലേക്ക് ബന്ധിപ്പിക്കാമല്ലോ. സോ ഓർത്തിരിക്കുക, ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ. ഓക്കെ, ഇനി ഡി എന്ന് പറയുന്നത് പൊതുവെ പെൺകുട്ടികളെയാണ് നമ്മൾ വിളിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഈ പെൺകുട്ടികളുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി എത്ര പൊരി വെയിലത്താണെങ്കിലും പൂവാലന്മാരായ ചെറുക്കന്മാർ, അല്ലെങ്കിൽ അവരെ പ്രണയിക്കാനൊക്കെ നടക്കുന്നവന്മാരെ പോയി ഇങ്ങനെ പൊരി വെയിലത്തായാലും പോയി ഷൈൻ ചെയ്ത് നിൽക്കത്തില്ലേ, അവരെ കാണത്തക്ക രീതിയിൽ വളയ്ക്കാനൊക്കെ വേണ്ടി. ഇപ്പോൾ സണ്ണിൻ്റെ ഭയങ്കരമായിട്ട് സൂര്യപ്രകാശം ഉള്ളപ്പോഴും ഷൈൻ ചെയ്ത് നിൽക്കും, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇവർ കാണാൻ വേണ്ടി എന്നൊക്കെ ചുമ്മാ ഒരു സെൻറ്റൻസ് ഓർത്ത്. അപ്പം ജീവകം ഡിയും സൺഷൈനുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ജീവകം ഡി സൺഷൈൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകം ഏത് എന്ന് ചോദിച്ചാലും ജീവകം ഡി ആണ്. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകം ഡി, കാൽസിഫെറോൾ, അതുപോലെ സൺഷൈൻ വൈറ്റമിൻ, പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകം എന്നീ വിശേഷണങ്ങൾ ജീവകം ഡിയുടെ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഡി. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഡി എന്ന് പറയുന്നത് പെൺകുട്ടികളെയാണല്ലോ. പെൺകുട്ടികളെ കമൻ്റ് അടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ ശല്യം ചെയ്യുകയാണെങ്കിൽ അവരുടെ ആങ്ങളമാരൊക്കെ വന്ന് എല്ലിൻ്റെ എണ്ണം കൂട്ടും, പല്ലിൻ്റെ എണ്ണം
പല്ലിൻ്റെ എണ്ണം കുറയ്ക്കും, എല്ലിൻ്റെ എണ്ണം കൂട്ടും എന്ന് ഓർത്താൽ മതി. എല്ലിൻ്റെ എണ്ണം കൂടും, പല്ലിൻ്റെ എണ്ണം കുറയും. അപ്പോൾ പല്ല്, എല്ല് ഇതിൻ്റെയൊക്കെ ആരോഗ്യം വേണമെങ്കിൽ ഡിയുടെ പുറകെ പോയി അടി മേടിക്കാതിരിക്കണം എന്നൊക്കെ ഒരു സെൻറ്റൻസ് ഓർത്ത്. അപ്പോൾ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഡി. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഡി. അതുപോലെ ജീവകം ഡിയുടെ ഒരു അപര്യാപ്തത രോഗമുണ്ട്, റിക്കറ്റ്സ് അഥവാ കണ. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സ് അഥവാ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഓക്കെ, ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം റിക്കറ്റ്സ് അഥവാ കണ. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം റിക്കറ്റ്സ് അഥവാ കണ. ഈ ചെറിയ അനിയത്തിമാരൊക്കെ ഉള്ള ചേട്ടന്മാർക്കറിയാം, ഇവന്മാർ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമ്പം അനിയത്തിമാർ വിളിച്ച് അമ്മയോടൊക്കെ പറയും, അവൻ താണ്ടെ കുഞ്ഞനിയത്തിയാണെങ്കിൽ ക്രിക്കറ്റ് എന്നൊക്കെ നാക്ക് വഴങ്ങി പറയാനൊന്നും പറ്റത്തില്ല, അപ്പോൾ റിക്കറ്റ് എന്നൊക്കെ പറയും. ഇവിടെ പലരും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ റിക്കറ്റ് ആണ്ട് അവൻ റിക്കറ്റ് കളിക്കാൻ പോകുന്നു, റിക്കറ്റ്. അപ്പം ഡി എന്ന് പറഞ്ഞ് കൊച്ചിനെ പേടിപ്പിച്ചെന്ന് ഓർത്തേ, ഡി. അപ്പോൾ റിക്കറ്റ് ഡിയുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. റിക്കറ്റ്സ് അഥവാ കണ. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം റിക്കറ്റ്സ് അഥവാ കണ. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം റിക്കറ്റ്സ് അഥവാ കണ. ഓക്കെ. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഡി ആണ്. കാൽസ്യം, ഫോസ്ഫറസ്. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചാൽ ജീവകം ഡി ആണ്. ഓർത്തിരിക്കാൻ വേണ്ടി കാലൊക്കെ പോസ് ചെയ്ത് പൊതുവെ ഫോട്ടോകളിടുന്ന ഈയിടെ ലെഗ് ചലഞ്ചും അങ്ങനെയൊക്കെ കാണാൻ പറ്റില്ല നമുക്ക് ഈ ഫേസ്ബുക്കിലൊക്കെ. ലെഗ് ചലഞ്ച് ഇപ്പം പിള്ളേരൊക്കെ സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ കാലൊക്കെ പൊക്കത്ത് വെച്ചൊക്കെ ഫോട്ടോ എടുത്തിടുന്ന പരിപാടിയൊക്കെ പൊതുവെ സെലിബ്രിറ്റീസാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ലെഗ് ചലഞ്ച്, കാലൊക്കെ പോസ് ചെയ്ത് പൊതുവെ ഫോട്ടോ എടുക്കുന്നത് സ്ത്രീകളാണ് എന്നൊക്കെ ഓർത്താൽ. ആൺപിള്ളേർ അങ്ങനെ ലെഗ് ചലഞ്ച് നടത്തി കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ രീതിയിൽ ഓർത്താൽ വേണമെങ്കിൽ ഡിയും കാൽസ്യം പോസ് ചെയ്ത് കാൽസ്യം, ഫോസ്ഫറസ്. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഡി ആണ് എന്നൊന്ന് കണക്ട് ചെയ്യാമല്ലോ. ഡിയിൽ നിന്ന് പെണ്ണുങ്ങളിലേക്ക് കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആട്ടോ, ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്, വേറെ രീതിയിൽ കാണില്ല. അപ്പോൾ ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഡി. ഓക്കെ. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. അതുപോലെ ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ എർഗോസ്റ്റിറോൾ ആണ്. ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ് എർഗോസ്റ്റിറോൾ. സ്റ്റിറോയിഡ് വൈറ്റമിൻ ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ് എർഗോസ്റ്റിറോൾ. രണ്ടും ഓർത്തിരിക്കാൻ വേണ്ടി. സ്റ്റിയറിങ് റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഒരു ഡി വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന പെൺകുട്ടിയോട് അവൾ സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുവാണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആശാൻ പറയുവാണ്, സ്റ്റിയറിങ് മര്യാദയ്ക്ക് റോഡിൽ പിടിച്ചില്ലെങ്കിൽ നീ എയറിലേക്ക് ഗോ ചെയ്യും, കാലം നിന്നെ എയറിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞെന്ന് ഓർത്ത്, എയറിലേക്ക് ഗോ. അപ്പോൾ സ്റ്റിയറിങ് റോഡിൽ മര്യാദയ്ക്ക് പിടിച്ചിട്ടില്ലെങ്കിൽ സ്റ്റിയറിങ് റോഡ്, സ്റ്റിറോയിഡ് വൈറ്റമിൻ ഡി എയറിലേക്ക് ഗോ ചെയ്യും. എർഗോസ്റ്റിറോൾ. ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ് എർഗോസ്റ്റിറോൾ. ഓർത്തിരിക്കുക, സ്റ്റിറോയിഡ് വൈറ്റമിൻ ഡി ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ് എർഗോസ്റ്റിറോൾ. സ്റ്റിറോയിഡ് വൈറ്റമിൻ ഡി ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ് എർഗോസ്റ്റിറോൾ. അതുപോലെ ജീവകം ഡി പ്രധാനമായും ലഭിക്കുന്ന ഭക്ഷ്യവസ്തുവാണ് പാലുൽപ്പന്നങ്ങളിലാണ് ജീവകം ഡി പ്രധാനമായും ലഭിക്കുന്നത്. ജീവകം ഡി പ്രധാനമായും ലഭിക്കുന്ന ഭക്ഷ്യവസ്തു പാലുൽപ്പന്നങ്ങളാണ്. അതുപോലെ തന്നെ മത്സ്യ എണ്ണയിലും ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്നു. അപ്പം എർഗോസ്റ്റിറോൾ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റിറോയിഡ് വൈറ്റമിൻ ജീവകം ഡി ആണ്. ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ് എർഗോസ്റ്റിറോൾ. ഇത്രയും കാര്യങ്ങളാണ് ജീവകം ഡിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവകം ഇയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വൈറ്റമിൻ ഇ. ഓക്കെ. ചിലപ്പോൾ ചിലരൊക്കെ ഈ മെസ്സേജ് അയക്കുമ്പോൾ എന്ന് അയക്കാറില്ലേ, കുറേ ഇങ്ങനെ അടുപ്പിച്ചെഴുതി. അത് ചിരിക്കുന്നതിൻ്റെ ഒരു സിമ്പലല്ലേ, എന്തെങ്കിലും ചമ്മലോട് കൂടിയ ചിരിയെ റെപ്രസെൻറ്റ് ചെയ്യാനാണല്ലോ ആ എന്നുള്ള സംഭവം ഉപയോഗിക്കുന്നത്. പൊതുവേ പെണ്ണുങ്ങളാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു സാധനം നമുക്കും അത് കടമെടുത്തേക്കാം. ആ പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ജീവകം ഇയെ പറ്റി പഠിക്കാൻ വേണ്ടി കടമെടുക്കാം. അപ്പോൾ എന്ന് പറയുന്നത് ചിരിയായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ. ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം ടോക്കോഫിറോൾ എന്നാണ്. ടോക്കോഫിറോൾ എന്നാണ് ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം. ചിലർ എന്തെങ്കിലുമൊക്കെ ഗെയിംസൊക്കെ കളിക്കുമ്പോൾ, ചെസ്സോ ലൂഡോയോ അങ്ങനെ ഗെയിംസൊക്കെ കളിച്ചിട്ട് തോറ്റു പോകുമ്പോൾ ഒരു ചമ്മലോട് കൂടിയ ചിരി അങ്ങ് പാസ്സാക്കത്തില്ലേ. അപ്പോൾ ചമ്മലോട് കൂടി ചിരിക്കും. തോറ്റു പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായി ആ ഒരു ചമ്മൽ മറയ്ക്കാൻ, തോൽവിയുടെ ആ ഒരു നാണക്കേട് മറയ്ക്കാൻ നമ്മളൊന്ന് ചിരിക്കും. എല്ലാ മനുഷ്യരും ചിരിക്കും. അങ്ങനെ ഒന്ന് ഓർത്ത് ചിരിക്കും. ഇന്ന് ചിരിക്കും. തോക്കുമ്പോൾ ചിരിക്കും. ഓള് തോറ്റപ്പോൾ ചിരിച്ചു നിർത്തി. പെൺകുട്ടികളാണ് ഇന്ന് കൂടുതൽ ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഓള് തോറ്റുപോയപ്പോൾ തോക്കുമ്പോൾ ചിരിക്കും. ഇന്ന് ടോക്കോഫിറോൾ. ഇയുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം ടോക്കോഫിറോൾ. ഓക്കെ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം
ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് എന്ത് പറഞ്ഞാലും ഒന്ന് ചിരിക്കാതെ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എത്ര സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അവരെ കാണുമ്പോൾ ഒരു ഇമ്പ്രഷൻ തോന്നത്തില്ല. അല്ലെങ്കിൽ ഒരു ഭയങ്കര സീരിയസ്, എല്ലാം സീരിയസ് ആണെങ്കിൽ നമ്മൾ അവരോട് ഒത്തിരി സംസാരിക്കാനോ എടുക്കാനൊന്നും പോകത്തില്ല. പക്ഷേ നമ്മളെ കാണുമ്പോഴേ ഒന്ന് ചിരിക്കുന്ന, ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം, അവരിൽ എന്തോ ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ സാധിക്കത്തില്ലേ. അപ്പോൾ സൗന്ദര്യവും ബ്യൂട്ടിയും അതുപോലെ ചിരിയും ഇയുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ബ്യൂട്ടിയും ഇയും. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണെന്ന് ആ രീതി ഓർക്കാമല്ലോ. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. അതുപോലെ തന്നെ ജീവകം ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് വന്ധ്യത. വന്ധ്യത ജീവകം ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ന് ഓർത്തിരിക്കുക. PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വന്ധ്യത ജീവകം ഇയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകം ഇ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യഥാർത്ഥ ബ്യൂട്ടി ചിരിയിലാണ്, ഇയിലാണ് ഇരിക്കുന്നതെന്ന്. അപ്പം ഹൃദയം, നല്ലൊരു ചിരി കാണുവാണെങ്കിൽ തന്നെ നമ്മുടെ ഹൃദയത്തിലൊരു സന്തോഷമല്ലേ, ഹൃദയത്തിനൊരു സുഖം കിട്ടുമെന്ന് ഓർത്ത് നല്ലപോലെ ഒരാൾ ചിരിക്കുകയാണെങ്കിൽ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ ഇ ആണ് എന്ന് കണക്ട് ചെയ്യാമല്ലോ. ചിരിക്കുമ്പോൾ ഒരു സന്തോഷം, ഹൃദയത്തിലൊരു സന്തോഷം നോർത്താൽ മതി. അപ്പം ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ. അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകവും ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകവും ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഇ ആണെന്ന് ഓർത്തിരിക്കുക. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ഈ ജീവകം ഇ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ജീവകം ഇ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ സസ്യ എണ്ണകളിൽ നിന്നാണ് ജീവകം ഇ പ്രധാനമായും ലഭിക്കുന്നത്. സസ്യ എണ്ണകളിൽ നിന്നാണ് സസ്യ എണ്ണകളിൽ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ജീവകം ഇ, വൈറ്റമിൻ ഇയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് ശാസ്ത്രീയ നാമം? തോറ്റുപോകുമ്പോൾ ടോക്കോഫെറോൾ ആണ് ശാസ്ത്രീയ നാമം. പറഞ്ഞ പോയിന്റുകളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവകം കെയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ജീവകം കെ. ആദ്യം ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫിലോക്വിനോൺ എന്നാണ്. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫിലോക്വിനോൺ. അത് ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ ഒരു ബാങ്കിൽ ചെല്ലുമ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഒരു ഫോം തരുന്നു. അപ്പോൾ നിങ്ങളെന്ത് പറയും? ഓക്കെ, ഫില്ല് ചെയ്യാം. അപ്പോൾ അങ്ങനെ എപ്പോഴും ഓക്കെ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാം, ഡൺ, അതിനു വേണ്ടിയാണല്ലോ ഓക്കെ എന്നുള്ള ഈ കെ ഉപയോഗിക്കുന്നത്. അപ്പം ഫോം ഫില്ല് ചെയ്യാൻ തന്നപ്പോൾ ഓക്കെ എന്ന് പറയുന്നത് ഓർത്താൽ മതി. ഫോം ഫിലോക്വിനോൺ. അല്ല, നോ എന്ന് പറയത്തില്ലല്ലോ. ഒരു ഫോം ഫില്ല് ചെയ്യാൻ തന്നാൽ നിങ്ങൾ നോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ വേണം ചെയ്യാൻ ഒന്നും ആരും പറയത്തില്ലല്ലോ. നമ്മുടെ എല്ലാ ആവശ്യം ഇപ്പോൾ ഓക്കെ നമ്മൾ പറയും, ഫില്ല് ചെയ്യാം, നോ എന്ന് പറയത്തില്ല. ഫിലോക്വിനോൺ. ഓക്കെ, കെ. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫിലോക്വിനോൺ. ഇതൊന്നും വലിയ കോഡാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ പരീക്ഷയ്ക്ക് മറന്നു പോയാലും ഈ ഫോം ഫില്ല് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞത് നിങ്ങളുടെ മൈൻഡിൽ എവിടെയെങ്കിലും കിടന്നാൽ അത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സഹായിക്കും. നമുക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തിയാൽ മാത്രം പോരെ ഉത്തരം ഏതാണെന്ന്. അല്ല, നമുക്ക് എഴുതി വെക്കുമൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതിന് സഹായകമാകും എന്ന പ്രതീക്ഷയിലാണ് എന്തെങ്കിലും പൊട്ടത്തരാണെങ്കിലും നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഫിലോക്വിനോൺ ആണ് ജീവകം കെയുടെ ശാസ്ത്രീയ നാമം. ഓക്കെ, അടുത്തൊരു 3 പോയിന്റ് പറയുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറയാം. വീണ്ടും ഒരു കാമുകനെയും കാമുകിയെയും ഇമാജിൻ ചെയ്യുക. ഒരു കാമുകനും കാമുകിയും. കാമുകൻ്റെ കരളാണല്ലോ ഈ കാമുകൻ്റെ കരളാണ് അവൻ്റെ ലവറായ കരൾ. ഓക്കെ, പെട്ടെന്ന് കാമുകിയുടെ കൈ മുറിഞ്ഞു. ഉടനെ കാമുകൻ എങ്ങനെയായിരിക്കും? വേഗം ഐസൊക്കെ എടുത്ത് വെച്ച് തണുപ്പിച്ച് ഓക്കെ ആകും, പെട്ടെന്ന് ഓക്കെ ആകും, പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സമാധാനിപ്പിക്കുമല്ലേ. വീട്ടിലൊരു അപ്പനെ അമ്മയെ സഹായിക്കാൻ പറഞ്ഞാൽ ഒന്നും ചെയ്യുമല്ലേ. പക്ഷേ കാമുകിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇവർ ഭയങ്കരമായിട്ട് സമാധാനിപ്പിക്കും. ഓക്കെ ആകും, കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആകും എന്ന് പറയുന്നതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നവർക്ക്. അപ്പം കരളിനെ സമാധാനിപ്പിക്കുന്നു. കൈ മുറിയുമ്പോൾ ഐസ് വെച്ച് ഓക്കെ ആകുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെയാണ് രക്തം കട്ട പിടിച്ചത് സെറ്റ് ആകുന്നവരെ ഈ ഐസൊക്കെ വെച്ച് ഓക്കെ ആകുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പോൾ അത്രയും ഒരു ഇൻസിഡൻറ്റ് മനസ്സിലേക്ക് കൊണ്ടുവരിക. കരളിനെയാണല്ലോ സമാധാനിപ്പിച്ചത്. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ കെ. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകം വൈറ്റമിൻ കെ. ഇനി രക്തം കട്ട പിടിക്കുന്നവരെ ഓക്കെ ആകും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം വൈറ്റമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം വൈറ്റമിൻ കെ. പിന്നെ ഐസ് വെച്ച് സമാധാനിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം കെ. നഷ്ടമാകുന്ന ജീവകം കെ. 3 പോയിന്റുകൾ. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകം, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം, തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം, 3ഉം ജീവകം കെ ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ രക്തം കട്ട പിടിക്കാതിരിക്കുക സംഭവമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഹീമോഫീലിയയിലേക്ക് എത്താമല്ലോ. ഹീമോഫീലിയ സുപരിചിതമായ രോഗമാണെന്ന് വിശ്വസിക്കുന്നു.
ജീവകം കെയുടെ അപര്യാപ്തത രോഗം ഹീമോഫീലിയ. ജീവകം കെയുടെ അപര്യാപ്തത രോഗം ഹീമോഫീലിയ. ഓർത്തിരിക്കുക, ജീവകം കെയുടെ അപര്യാപ്തത രോഗം ഹീമോഫീലിയ. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം കെ. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ജീവകമാണ് എന്നുള്ള രീതിയിൽ ചോദ്യം വന്നാൽ ഓർത്തിരിക്കുക, ജീവകം കെ. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം കെ. ഓർത്തിരിക്കുക, കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം കെ. ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നീ വസ്തുക്കളിൽ ധാരാളമായി ജീവകം കെ കാണപ്പെടുന്നു. അപ്പോൾ ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫിലോക്വിനോൺ. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്നു. പിന്നെന്താണ്, കാമുകൻ്റെ ഒക്കെ പറഞ്ഞു, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം, തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം, കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകം, ഇതൊക്കെ ചോദിച്ചാലും ജീവകം കെ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇത് കുറവാണെങ്കിൽ ഏത് രോഗമാണ്? ഹീമോഫീലിയ. ജീവകം കെയുടെ അപര്യാപ്ത രോഗമാണ് ഹീമോഫീലിയ എന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് ജീവകം ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ജീവകം ബി അരിയുടെ തവിടിലൊക്കെ ധാരാളമായി കാണപ്പെടുന്ന ജീവകമാണ് ജീവകം B1. B1 ആണ് അരിയുടെ തവിടിലൊക്കെ ധാരാളമായി കാണപ്പെടുന്നത്. അരിയുടെ തവിടിൽ ധാരാളമായി കാണപ്പെടുന്നത് ഏത് ജീവകമാണെന്ന് ചോദിച്ചാൽ ജീവകം B1 ആണ്. ഓർത്തിരിക്കുക, അരിയുടെ തവിടിൽ ധാരാളമായി കാണപ്പെടുന്നത് ജീവകം B1. അതുപോലെ ജീവകം ബിയുടെ അപര്യാപ്തത അല്ലെങ്കിൽ അഭാവം മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് വായ്പുണ്ണ്. ജീവകം ബിയുടെ അഭാവം മൂലം, സ്കേഴ്സിറ്റി മൂലമാണ് വായ്പുണ്ണുണ്ടാകുന്നതെന്ന് അറിഞ്ഞിരിക്കുക. വായ്പുണ്ണുണ്ടാകുന്നത് ജീവകം ബിയുടെ അഭാവം മൂലമാണ്. ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ് ജീവകം ബി. അതുപോലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമാണ് ജീവകം ബി. റെഡ് ബ്ലഡ് കോർപ്പസൽസ് അഥവാ ചുവന്ന രക്താണുക്കളുടെയും അതുപോലെ ത്വക്കിൻ്റെ ആരോഗ്യത്തിനും, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും ത്വക്കിൻ്റെ ആരോഗ്യത്തിനും ജീവകം ബി ആവശ്യമാണ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ജീവകം ബി അത്യാവശ്യമാണെന്ന് അറിഞ്ഞിരിക്കുക. സ്കിന്നുമായി ബന്ധപ്പെട്ട രോഗമൊക്കെ ഉണ്ട്, അത് പറയാം. ജീവകം B1 ഒരു അപര്യാപ്തത രോഗമാണ് ബെറിബെറി. B1 ബെറിബെറി. ബിയിലാണല്ലോ ബെറിബെറി തുടങ്ങുന്നത്. അപ്പോൾ ബിയുടെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി എന്ന് കണക്ട് ചെയ്യാമല്ലോ. B1 അപര്യാപ്തത രോഗമാണ് ബെറിബെറി. ഓർത്തിരിക്കുക, ജീവകം B1 അപര്യാപ്തത രോഗമാണ് ബെറിബെറി. ഐ കാൺ ഡിസീസ് എന്ന് പറയും. ജീവകം B1 അപര്യാപ്തത രോഗമാണ് ബെറിബെറി. ഐ കാൺ ഡിസീസ്. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകമാണ് ജീവകം B2. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്നത് ഏത് ജീവകമാണെന്ന് ചോദിച്ചാൽ ജീവകം B2 ആണ്. ഡയറക്റ്റായിട്ട് അതൊന്ന് പഠിച്ചു പോവുക. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്നത് ജീവകം B2 ആണ്. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്നത് ജീവകം B2. സൂര്യപ്രകാശത്തിൽ ബൈ പറയുന്ന ഏതാണ്? അത് ജീവകം B2 ആണ്. അത് പറഞ്ഞില്ലല്ലേ, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകമാണ് ജീവകം B2. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകമാണ് ജീവകം B2. അത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്നു. സൂര്യൻ്റെ സൺറൈസ് വരുമ്പോൾ ബൈ പറയുന്ന ഒരു ജീവകം, ബൈ എന്ന വാക്ക് ആരംഭിക്കുന്നത് ബിയിലല്ലേ, ബി. സോ B2 ആണ് സൂര്യപ്രകാശം വരുമ്പോൾ ബൈ പറയുന്നത് B2. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ B2 നശിക്കുന്നു. അതുതന്നെയാണ് പാലിൻ്റെ ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകം. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകം B2 ആണ്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ബൈ പറയുന്നു, B2. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകമാണ് B2. ഓക്കെ, അതുപോലെ പെല്ലാഗ്ര ഉണ്ടാകുന്നത് ജീവകം B3 അപര്യാപ്തത മൂലമാണ്. ജീവകം B3 അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് പെല്ലാഗ്ര. ഈ സ്കിന്ന് കട്ടിയാകുന്ന, പരുക്കൻ ആകുന്ന അവസ്ഥയാണ് പെല്ലാഗ്ര എന്ന് പറയുന്നത്. B3 അപര്യാപ്തത മൂലമാണ് പെല്ലാഗ്ര ഉണ്ടാകുന്നത്. ജീവകം B3 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതെന്ന് ചോദിച്ചാൽ പെല്ലാഗ്രയാണ്. ഇനി വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് ജീവകം B2 ആണ്. വൈറ്റമിൻ G എന്നറിയപ്പെടുന്നത് ജീവകം B2. ഓർത്തിരിക്കുക, ആ G എന്നെഴുതുന്നതിൻ്റെ ആ ജായുടെ മുകളിലത്തെ ഭാഗം, അത് ഒരു നമ്മുടെ ബി എഴുതുന്ന ബായുടെ ഭാഗം പോലെ ഇല്ല, ബായുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ ആ ഭാഗത്തിന്, ജായുടെ ആ ഭാഗം. അപ്പോൾ B ആണെന്ന് ജായും B ആണെന്ന് ഉറപ്പിക്കാമല്ലോ. ഇനി B2 ആണോ B1 ആണോ എന്ന് ആണ് കൺഫ്യൂഷൻ വരുന്നത് അല്ലേ. അപ്പോൾ ജാ വേണമെങ്കിൽ നമ്മളിങ്ങനെ മുകളിൽ ഇങ്ങനെ തിക്കാക്കിയിട്ട് ജായെ 2 ആക്കാമല്ലോ, B2 ആക്കാമല്ലോ. അങ്ങനെ 2 ആയിട്ട് കണക്ട് ചെയ്യാമല്ലോ. വൈറ്റമിൻ ജി ജീവകം B2 ആണെന്ന് ഓർത്തിരിക്കുമല്ലോ. വൈറ്റമിൻ ജി ജീവകം B2. അതുപോലെ തന്നെ വൈറ്റമിൻ എച്ച് ജീവകം H എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ജീവകം B7 ആണ്. H എന്ന് പറയുന്നത് B7 ആണ്. അപ്പോൾ 7 ഇങ്ങനെ 2 വര ഇങ്ങനെ എഴുതിയാൽ ഒരു 7 ആവത്തില്ലേ. അതിലൊരു വര ഈ Hൻ്റെ മുകളിലും ഒരു വര Hൻ്റെ താഴെ എഴുതിയാൽ ഇവിടെ ഒന്ന് ഇച്ചിരി വളച്ചാൽ, ഇങ്ങനെ വളച്ചിങ്ങനെ ആക്കിയാൽ അത് ബി ആവത്തില്ലേ.
B7 കണക്ട് ചെയ്യാമല്ലോ. H7 കണക്ട് ചെയ്ത് B7 B ആക്കി B7 ആക്കി ജീവകം H ആണ് B7. അപ്പം B2 ആണ് G, B7 ആണ് H. B2G, B7H. ഓക്കെ. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് ജീവകം H. ഓർത്തിരിക്കുക, എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം ഏതെന്ന് ചോദിച്ചാൽ ജീവകം H ആണ്. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകം H ആണ്. ഇനി B6 മൂലവും B9 മൂലവും 2 അപര്യാപ്തത രോഗമുണ്ട്. ഇത് രണ്ടും നമ്മൾ പഠിക്കണം. ഈ B6 എഴുതുന്നതിൻ്റെ ആ ഒരു നമ്പർ 6 ഇങ്ങനെ തലതിരിച്ചെഴുതിയാൽ 9 ആകുമല്ലോ. അപ്പോൾ B6 ചെറുതും B9 കുറച്ച് വലുതുമായിട്ടുള്ള ഒരു സംഭവമായിട്ട് രണ്ടും കണക്ഷനുള്ള ഒരു രോഗമാണ്. B6-ലുള്ളതും അനീമിയാണ്. B9-ൻ്റെയും അപര്യാപ്തത രോഗം ഒരു തരത്തിൽ ഒരു അനീമിയാണ്. രണ്ടിനും വ്യത്യാസമുണ്ട്. B6-ൽ മൈക്രോസൈറ്റിക് അനീമിയ, മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുതാണല്ലോ. പക്ഷേ B9-ൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, മെഗാ കുറച്ച് വലുത്. അപ്പം 6-നെ കഴിഞ്ഞും വലുതാണല്ലോ 9, 6 തിരിച്ചെഴുതാണല്ലോ 9. അപ്പം B6 മൈക്രോ അനീമിയ, B9 മെഗാ അനീമിയ, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. B6-ൻ്റെ അപര്യാപ്തത രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. B9-ൻ്റെ അപര്യാപ്തത രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. B6 മൈക്രോസൈറ്റിക് അനീമിയ, B9 മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. അപ്പോൾ ഒരെണ്ണം പഠിച്ചാൽ മതി, കണക്ട് ചെയ്ത് പഠിക്കാം. ജീവകം B6-ൻ്റെ അപര്യാപ്തത രോഗം മൈക്രോസൈറ്റിക് അനീമിയ, B7-ൻ്റെ അപര്യാപ്തത രോഗം മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ജീവകമാണ് ജീവകം B9. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ഏത് ജീവകമാണ് ആവശ്യമെന്ന് ചോദിച്ചാൽ B9 ആണ്. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ജീവകം B9 ആവശ്യമാണ്. ആ ജീവകം B9-ൻ്റെ അപര്യാപ്തത രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് ജീവകം B12. അതുപോലെ കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിനാണ് ജീവകം B12 എന്നും അറിഞ്ഞിരിക്കുക. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം B12, കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിൻ ജീവകം B12. ജീവകം B12-ൻ്റെ അപര്യാപ്ത രോഗം പെർനീഷ്യസ് അനീമിയ. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടി ചെറിയൊരു കണക്ഷൻ ഞാൻ പറയാം. മഴവെള്ളത്തിൽ നിന്നല്ലേ ജീവകം B12 ലഭിക്കുന്നത്. അതുപോലെ കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിനും B12 ആണ് അല്ലേ. മഴവെള്ളം 12. മഴവെള്ളത്തിൽ ബോൾ കളിച്ചാൽ തല്ല് കിട്ടുമെന്ന് ഓർത്തി. വീട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടും. മഴവെള്ളത്തിൽ ബോൾ കളിച്ചാൽ തല്ല് കിട്ടും. തല്ലും 12 കണക്ട് ചെയ്യാമല്ലോ. തല്ല് 12. മഴവെള്ളത്തിൽ ബോൾ കളിച്ചാൽ കൊബാൾട്ട്. അപ്പം തല്ലും 12 കണക്ട് ചെയ്ത് B12-ലേക്ക് എത്താം. ബോളിൽ നിന്ന് കൊബാൾട്ടിലേക്ക് എത്താം. കൊബാൾട്ട് മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം B12. കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിനും B12 ആണ്. മഴവെള്ളത്തിൽ ബോൾ കളിച്ചാൽ തല്ല് കിട്ടുമെന്നതിൽ നിന്ന് മഴവെള്ളം B12, തല്ല് 12. മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം B12. ബോൾ കളിച്ചാൽ കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിനും B12 ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ജീവകം B12-ൻ്റെ അപര്യാപ്തത രോഗം ഏതാണ്? പെർനീഷ്യസ് അനീമിയ. ജീവകം B12-ൻ്റെ അപര്യാപ്തത രോഗം പെർനീഷ്യസ് അനീമിയ. അതുപോലെ ജീവകം B, മുട്ട, പാൽ, അതുപോലെ ധാന്യങ്ങൾ, ഇവയുടെ തവിട്, അവയിൽ നിന്നൊക്കെ ജീവകം B കൂടുതലായിട്ട് ലഭിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞ അരിയുടെ തവിടിലൊക്കെ ജീവകം B ഒരുപാടുണ്ടെന്ന്. മുട്ടയിലും പാലിലും ധാന്യങ്ങളുടെ തവിടിലും ഒക്കെ ജീവകം B ധാരാളമായി അടങ്ങിയിരിക്കുന്നുവെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ജീവകം B കോംപ്ലക്സിലെ കുറച്ച് എണ്ണവും അതിൻ്റെ ശാസ്ത്രീയ നാമവുമാണ് പറയാൻ പോകുന്നത്. അതൊന്ന് ഡയറക്റ്റായിട്ട് പഠിക്കണം. B1 തൈമിൻ, ജീവകം B1 തൈമിൻ. B2 റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ G. B2 ആണ് വൈറ്റമിൻ G എന്ന് നമ്മൾ പറഞ്ഞു. B1 തൈമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ. B1 തൈമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ. ഓർത്തിരിക്കുക, ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. B1 തൈമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ. B5 പാൻറ്റോത്തിനിക് ആസിഡ് ആണ് B5 പാൻറ്റോത്തിനിക് ആസിഡ്. B5 പാൻറ്റോത്തിനിക് ആസിഡ്. B6 പിരിഡോക്സിൻ. അതുപോലെ B7 ബയോട്ടിൻ അഥവാ B7 മറ്റൊരു പേര് പറഞ്ഞല്ലോ വൈറ്റമിൻ H. B7 ബയോട്ടിൻ. B7-ൻ്റെ ശാസ്ത്രീയ നാമം ബയോട്ടിൻ. B9 ഫോളിക് ആസിഡ്. B12 സൈനോകൊബാലമീൻ ആണ് B12. അപ്പോൾ B1 തൈമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോത്തിനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാലമീൻ. ഒന്നുകൂടെ പറയാം. B1 തൈമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോത്തിനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാലമീൻ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീവകം C, വൈറ്റമിൻ സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകമാണ് ജീവകം സി. പാലിലും മുട്ടയിലും സി ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഓർത്തി. സി ചെയ്യാൻ പറ്റത്തില്ല. സി ചെയ്യുക എന്ന് പറഞ്ഞാൽ കാണുക എന്നാണല്ലോ. അപ്പോൾ സി കാണാൻ പറ്റത്തില്ല. പാലിലും മുട്ടയിലും വൈറ്റമിൻ സി, ജീവകം സി കാണാൻ പറ്റത്തില്ല. പാലിലും മുട്ടയിലും ഇല്ലാത്ത ജീവകമാണ് ജീവകം സി. അസ്കോർബിക് ആസിഡ് എന്നാണ് ജീവകം സിയുടെ ശാസ്ത്രീയ നാമം. അസ്കോർബിക് ആസിഡ്. കോർബിക് ആസിഡ്. കോർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയെങ്കിലുമൊക്കെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗത്തിനാണല്ലോ കോർ എന്നൊക്കെ പറയുന്നത്. കോർ. അപ്പം കണ്ണുണ്ടെങ്കിലേ ഈ ഉള്ളിലുള്ള ഭാഗമൊക്കെ സി ചെയ്യാൻ പറ്റത്തുള്ളൂ. കോറൊക്കെ സി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഓർത്തി. അപ്പം ജീവകം സി കോറുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചുമ്മാ ഒരു സെൻറ്റൻസ് ഓർത്താൽ ജീവകം സി കോർബിക് ആസിഡ് എന്ന് ഓർത്തിരിക്കുമല്ലോ. ജീവകം സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ്. ജീവകം സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ്. ജീവകം സി ധാരാളമായി കാണപ്പെടുന്നത് പുളി രുചിയുള്ള പഴങ്ങളിലാണ് ജീവകം സി ധാരാളമായി കാണപ്പെടുന്നത്. അതുപോലെ കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി. ജീവകം സി. അപ്പോൾ കൃത്രിമമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സാധനങ്ങളൊക്കെ ആദ്യം ഒരു സുഖമൊക്കെ നൽകുമെങ്കിലും പിന്നീട് അത് നമുക്കൊരു ദുഃഖമേറിയ അനുഭവമാണ് നൽകുന്നതെന്നൊരു കാവ്യാത്മകമായിട്ടൊരു സെൻറ്റൻസ് ഓർത്തി. കൃത്രിമം എപ്പോഴും ലോങ് ലാസ്റ്റിംഗ് അല്ലല്ലേ. അപ്പം അങ്ങനെ ഓർത്താൽ കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം പിൽക്കാലത്ത് നമ്മുടെ ജീവിതത്തിലൊരു പുളി അനുഭവമായിരിക്കും തരുമെന്ന് ഓർത്തേ. സാധാരണ നമ്മൾ പറയുന്നത് കയ്പ്പ് അനുഭവം എന്നല്ലേ. ഇവിടെ നമുക്ക് പുളിയാക്കണം, എന്നാലേ പുളിയും സിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി. അത് ധാരാളമായി കാണപ്പെടുന്നത് പുളി രുചിയുള്ള പഴങ്ങളിലാണ്. അപ്പോൾ കൃത്രിമമായിട്ടുള്ളത് ആദ്യം കുറച്ച് സന്തോഷം തരുമെങ്കിലും പിന്നെ എന്താണ് തരുന്നത്? പുളി രുചിയുള്ള പഴങ്ങളിലാണ് ജീവകം സി ധാരാളമായി കാണപ്പെടുന്നത്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം സി. ഓക്കെ. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. ഏറ്റവും പ്യുവർ ഫോം, പ്രകൃതിയിൽ നിന്ന് ലഭിച്ച നാച്ചുറൽ സംഭവമാണല്ലോ പാകം ചെയ്യാത്ത ഭക്ഷണം. അത് നമ്മളുടെ ഗ്യാസും ഒക്കെ ഉപയോഗിച്ച് കൃത്രിമമായി പാകം ചെയ്യുമ്പോൾ ആ കൃത്രിമത്വം കാരണം അത് നഷ്ടപ്പെടുന്നു. എല്ലാം നാച്ചുറൽ ആയിട്ടുണ്ടെങ്കിലേ സി വരത്തുള്ളൂ എന്ന് ഓർത്തേ. അപ്പം അങ്ങനെ ഓർത്താൽ മതി. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ജീവകം സി നഷ്ടപ്പെടുന്നു. കൃത്രിമം വരുമ്പോഴെല്ലാം ജീവകം സി പോകുന്നെന്ന് ഓർത്താൽ മതി. അതുപോലെ കൃത്രിമമായി നിർമ്മിച്ച ജീവകം സി. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ജീവകം സി നഷ്ടപ്പെടുന്നു. അതുപോലെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം സി ആണ്. അപ്പം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം നാച്ചുറലായിട്ട് ലഭിക്കുന്നതിലൂടെ ആണല്ലോ കൂടുതലായിട്ട് നമ്മളുടെ യുവത്വമൊക്കെ നിലനിർത്താൻ പറ്റുന്നത്. ഇപ്പം എല്ലാവരും യുവത്വം നിലനിർത്താൻ വേണ്ടി ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന കാലഘട്ടമല്ലേ. ആയുർവേദം നാച്ചുറൽ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൃത്രിമമല്ലാത്തതാണെങ്കിൽ യുവത്വമൊക്കെ ഒരു പരിധി വരെ നിലനിൽക്കും. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം, അതുപോലെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകം, യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം, ഇതൊക്കെ ജീവകം സി ആണ്. അതുപോലെ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. യൂറിനേറ്റ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി എന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഇത് നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞല്ലോ. കൃത്രിമമായിട്ട് കാണിച്ചാൽ അപ്പം ഇത് പോകും, കൃത്രിമം അല്ലെങ്കിൽ ഇത് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം സി ആണ് എന്ന് ഓർത്തിരിക്കാമല്ലോ. കൃത്രിമമായിട്ടുള്ള മരുന്നൊന്നും അടിച്ചില്ലെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിന് നാച്ചുറലായിട്ട് രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ട്. ജീവകം സി ഉള്ളത് കഴിച്ചാൽ മതി. അപ്പോൾ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം സി. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം സി. അതുപോലെ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഫ്രഷ് ഫുഡ്, ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഫുഡാണല്ലോ. പാകം ചെയ്താൽ ജീവകം സി പോകുമെന്നും പറഞ്ഞു. അപ്പോൾ ഫ്രഷ് ഫുഡ് വൈറ്റമിനുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, അതുപോലെ തന്നെ ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും ജീവകം സി ആണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, അതുപോലെ ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ജീവകം സി ആണ്. അതുപോലെ ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗീരണം ഉത്തേജിപ്പിക്കാൻ അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം സി. ഓർത്തിരിക്കുക, ഇരുമ്പിൻ്റെ ആഗീരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏത് എന്ന് ചോദിച്ചാൽ ജീവകം സി ആണ്. ഇരുമ്പിൻ്റെ ആഗീരണം ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം സി. സ്കർവി എന്ന രോഗമുണ്ടാകുന്നത് ജീവകം സിയുടെ അപര്യാപ്തത മൂലമാണ്. സ്കർവി ഉണ്ടാകുന്നത് ജീവകം സിയുടെ അപര്യാപ്തത മൂലമാണ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗം സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകവും ജീവകം സി ആണ് എന്നറിഞ്ഞിരിക്കുക. നാച്ചുറൽ ആണല്ലോ, മുറിവൊക്കെ നാച്ചുറലായിട്ട് ഉണങ്ങിക്കോളും. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ഒരു ജീവകമാണ് ജീവകം സി. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം കൂടിയാണ് ജീവകം സി എന്നറിഞ്ഞിരിക്കുക. പഴങ്ങളിലും നെല്ലിക്കയിലും അതുപോലെ പപ്പായ, മുരിങ്ങയില ഇവയിലെല്ലാം ജീവകം സി ധാരാളമായി കാണപ്പെടുന്നു.
അപ്പോൾ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ജീവകമാണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം സി എന്നും അറിഞ്ഞിരിക്കുക. ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം സി. ഓക്കെ. PSC പരീക്ഷയുടെ മലയാളം സെക്ഷനിൽ വിപരീത പദം എന്നൊരു ടോപ്പിക്കുണ്ട്. മിക്ക PSC പരീക്ഷയിലും ചിലപ്പം 2-3 ഒക്കെ വിപരീത പദങ്ങൾ PSC ചോദിക്കാറുണ്ട്. അതും ആവർത്തിച്ചവ, ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുള്ളവയായിരിക്കും മിക്കപ്പോഴും ചോദിക്കാറുള്ളത്. വളരെ റെയറായിട്ട് മാത്രമേ ഉള്ളൂ പുതിയതൊക്കെ ചോദിക്കാറുള്ളൂ. പുതിയത് ചോദിച്ചാലും അത് ചിലപ്പോൾ സിമ്പിളായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ ഈ വിപരീത പദങ്ങളുടെ എല്ലാ PSC ചോദിക്കുന്ന വിപരീത പദങ്ങളും പിന്നെ വരാൻ സാധ്യത ഉള്ളവയുമായിട്ടുള്ളതെല്ലാം ഒന്ന് റിപ്പീറ്റഡായിട്ട് വായിച്ച് പഠിച്ച് പോവുക. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കേട്ട് റിപ്പീറ്റഡായിട്ട് കേട്ട് ഇതെല്ലാം ഒന്ന് ഫെമിലിയർ ആയി പോയാൽ മതി. പരീക്ഷയ്ക്ക് ഓപ്ഷൻ കാണുമ്പോഴേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ് ഈ മലയാളം എന്ന് പറയുന്നത്. വിപരീത പദമൊക്കെ ചിലപ്പോൾ മലയാളം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവർക്ക് ആദ്യം കേൾക്കുമ്പോൾ വാക്കുകളൊക്കെ ഇച്ചിരി കട്ടിയായിട്ട് തോന്നും. കുഴപ്പമൊന്നുമില്ല. ഒരു 3-4 പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് കേട്ടാൽ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. വിപരീത പദങ്ങൾ ഞാൻ റിപ്പീറ്റഡായിട്ട് പറഞ്ഞാണ് പോകുന്നത്. വലിയ ഡീപ്പായിട്ട് ഓരോന്നിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്നും പോകുന്നില്ല. നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ റിപ്പീറ്റഡായിട്ട് പറഞ്ഞാണ് പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു പോകും. ഓക്കെ. അചഞ്ചലം. അചഞ്ചലം എന്ന വാക്കിൻ്റെ വിപരീതം ചഞ്ചലമാണ്. അചഞ്ചലം, ചഞ്ചലം. സഹജം. സഹജം എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ആർജിതം എന്നാണ്. സഹജം, ആർജിതം. ധനം. ധനത്തിൻ്റെ ഓപ്പോസിറ്റ് ഋണമാണ്. ധനം, ഋണം. ഐഹികം. ഐഹികം എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് പാരത്രികം എന്നാണ്. ഐഹികം, പാരത്രികമൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ഐഹികത്തിൻ്റെ ഓപ്പോസിറ്റ് പാരത്രികം. കുപിതയുടെ ഓപ്പോസിറ്റ് മുദിത. കുപിതയുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കുപിതയുടെ വിപരീതം മുദിത എന്നാണ്. കുപിത, മുദിത. ഗുരു, ലഘു. ഗുരുവിൻ്റെ വിപരീതം ലഘു. ഗുരു, ലഘു. ജനിയുടെ ഓപ്പോസിറ്റ് മൃതിയാണ്. ജനി, മൃതി. ജനി, മൃതി. സദ്ഗതിയുടെ ഓപ്പോസിറ്റ് ദുർഗതിയാണ്. സദ്ഗതിയുടെ വിപരീതം ദുർഗതിയാണ്. ദുർഗമ്മ. ദുർഗമ്മയുടെ വിപരീതം സുഗമയാണ്. ദുർഗമയുടെ വിപരീതം സുഗമ. ദുഷ്ടതയുടെ വിപരീതം എന്താണ്? ശിഷ്ടതയാണ്. ദുഷ്ടത, ശിഷ്ടത. ദുഷ്ടത, ശിഷ്ടത. ദുഷ്കൃതിയുടെ വിപരീതം സൽകൃതിയാണ്. ദുഷ്കൃതി, സൽകൃതി. ദുഷ്കൃതി, സൽകൃതി. ദുഷ്ടുവിൻ്റെ വിപരീതം സുഷ്ടുവാണ്. ദുഷ്ടു, സുഷ്ടു. ദുഷ്ടു, സുഷ്ടു. ദൗർബല്യത്തിൻ്റെ വിപരീതം പ്രാബല്യമാണ്. ദൗർബല്യം, പ്രാബല്യം. ദൗർബല്യത്തിൻ്റെ വിപരീതം പ്രാബല്യം. ദൗർലഭ്യത്തിൻ്റെ വിപരീതം സൗലഭ്യമാണ്. സൗലഭ്യമാണ് ദൗർലഭ്യത്തിൻ്റെ വിപരീതം. ദൗർലഭ്യം, വിപരീതം സൗലഭ്യം. ദ്രുതത്തിൻ്റെ വിപരീതം മന്ദമാണ്. ദ്രുതം, മന്ദം. ദ്രുതം, മന്ദം. അതുപോലെ നവീനത്തിൻ്റെ വിപരീതം പുരാതനമാണ്. നവീനം, പുരാതനം. നവീനം, പുരാതനം. നിന്ദയുടെ വിപരീതം സ്തുതിയാണ്. നിന്ദിക്കുക, സ്തുതിക്കുക. സിമ്പിളായിട്ട് ഓർത്തിരിക്കാമല്ലോ. നിന്ദയുടെ വിപരീതം സ്തുതിയാണ്. പണ്ഡിതൻ, പാമരൻ. പണ്ഡിതൻ്റെ ഓപ്പോസിറ്റ് പാമരനാണ്. പണ്ഡിതൻ, പാമരൻ. ഭൂഷണം, ദൂഷണം. ഭൂഷണത്തിൻ്റെ വിപരീതം ദൂഷണം. ഭൂഷണം, ദൂഷണം. വാച്യത്തിൻ്റെ വിപരീതം വ്യാങ്യമാണ്. വ്യാങ്യമാണ് വ്യാച്യത്തിൻ്റെ വിപരീതം. വാച്യത്തിൻ്റെ വിപരീതം വ്യാങ്യമാണെന്ന് ഓർത്തിരിക്കുക. വികാസത്തിൻ്റെ വിപരീതം സങ്കോചമാണ്. വികാസം, സങ്കോചം. വികാസത്തിൻ്റെ വിപരീതം സങ്കോചമാണ്. ജീവൽ ഭാഷയുടെ വിപരീതം മൃതഭാഷയാണ്. ജീവൽ ഭാഷ, മൃതഭാഷ. ജീവൽ ഭാഷ, മൃതഭാഷ. അതുപോലെ സൂക്ഷ്മത്തിൻ്റെ വിപരീതം സ്ഥൂലമാണ്. സൂക്ഷ്മം, സ്ഥൂലം. സൂക്ഷ്മത്തിൻ്റെ വിപരീതം സ്ഥൂലമാണ്. ചരം, അതിൻ്റെ വിപരീതം അചരമാണ്. ചരം, അചരം. ചരം, അചരം. ജംഗമം, സ്ഥാവരം. സ്ഥാവര ജംഗമം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ജംഗമത്തിൻ്റെ ഓപ്പോസിറ്റ് സ്ഥാവരം. ജംഗമത്തിൻ്റെ വിപരീതം സ്ഥാവരം. ശാലീനം. ശാലീനം എന്ന വാക്കിൻ്റെ വിപരീതം ദീപ്രമാണ്. ദീപ്രമാണ് ശാലീനം എന്ന വാക്കിൻ്റെ വിപരീതം. ശാലീനം എന്ന വാക്കിൻ്റെ വിപരീതം ദീപ്രമാണ്. ദുഷ്കരം എന്ന വാക്കിൻ്റെ വിപരീതം സുകരമാണ്. ദുഷ്കരം എന്ന വാക്കിൻ്റെ വിപരീതം സുകരം. ദുഷ്കരം, സുകരം. ക്രയം എന്ന വാക്കിൻ്റെ വിപരീതം വിക്രയമാണ്. ക്രയം, വിക്രയം. ക്രയവിക്രയം എന്ന് പറയത്തില്ലേ? ക്രയത്തിൻ്റെ ഓപ്പോസിറ്റ് വിക്രയം. ദുഷ്ട എന്ന വാക്കിൻ്റെ വിപരീതം സുഷ്ട. ദുഷ്ട, സുഷ്ട. ദുഷ്ട, സുഷ്ട. ദുഷ്ടയുടെ വിപരീതം സുഷ്ടയാണ്. അനുഗ്രഹത്തിൻ്റെ വിപരീതം നിഗ്രഹമാണ്. അനുഗ്രഹത്തിൻ്റെ വിപരീതം നിഗ്രഹമാണ്. അനാഥത്തിൻ്റെ വിപരീതം സനാഥമാണ്. അനാഥം, സനാഥം. അനാഥത്തിൻ്റെ വിപരീതം സനാഥമാണ്. യഥാർത്ഥത്തിൻ്റെ വിപരീതം അയഥാർത്ഥമാണ്. അയഥാർത്ഥമാണ് യഥാർത്ഥത്തിൻ്റെ വിപരീതം. യഥാർത്ഥത്തിൻ്റെ വിപരീതം അയഥാർത്ഥം. ദീർഘത്തിൻ്റെ വിപരീതം ഹ്രസ്വമാണ്. ദീർഘത്തിൻ്റെ വിപരീതം ഹ്രസ്വമാണ്. മുക്തരുടെ വിപരീതം ബദ്ധറാണ്. മുക്തർ, ബദ്ധർ. മുക്തർ, ബദ്ധർ. മുന്നാക്കത്തിൻ്റെ വിപരീതം പിന്നാക്കമാണ്. മുന്നാക്കം, പിന്നാക്കം. മുന്നാക്കം,
പിന്നാക്കം. ഏകത്വത്തിൻ്റെ വിപരീതം നാനാത്വമാണ്. ഏകത്വം, നാനാത്വം. ഏകത്വത്തിൻ്റെ വിപരീതം നാനാത്വം. ഒളിവിൻ്റെ വിപരീതം തെളിവാണ്. ഒളിവ്, തെളിവ്. ഒളിവിൻ്റെ വിപരീതം തെളിവ്. സൂര്യൻ്റെ വിപരീതം ചന്ദ്രനാണ്. സൂര്യൻ, ചന്ദ്രൻ. സൂര്യൻ, ചന്ദ്രൻ. സദ്ഗതിയുടെ വിപരീതം ദുർഗതിയാണ്. സദ്ഗതി, ദുർഗതി. സത്പ്രവർത്തിയുടെ വിപരീതം ദുഷ്പ്രവർത്തിയാണ്. സത്പ്രവർത്തി, ദുഷ്പ്രവർത്തി. പ്രവൃത്തിയുടെ വിപരീതം നിവർത്തിയാണ്. നിവർത്തിയാണ് പ്രവൃത്തിയുടെ വിപരീതം. പ്രവൃത്തി, നിവർത്തി. രാഗത്തിൻ്റെ വിപരീതം ദ്വേഷമാണ്. രാഗം, ദ്വേഷം. സൗന്ദര്യത്തിൻ്റെ വിപരീതം വൈരൂപ്യമാണ്. സൗന്ദര്യം, വൈരൂപ്യം. ഭംഗിയുടെ വിപരീതം അഭംഗിയാണ്. ഭംഗി, അഭംഗി. ഭംഗിയുടെ വിപരീതം ഭംഗിയില്ലായ്മ എന്നൊക്കെ ഓപ്ഷനിൽ കാണും. ഭംഗി ഓപ്പോസിറ്റ് അഭംഗിയാണ്. കയ്പിൻ്റെ വിപരീതം മധുരമാണ്. കയ്പ്, മധുരം. കയ്പ്, മധുരം. ദുർവ്യയത്തിൻ്റെ വിപരീതം മിതവ്യയമാണ്. ദുർവ്യയം, മിതവ്യയം. ദുർവ്യയം, മിതവ്യയം. പ്രാചീനത്തിൻ്റെ വിപരീതം അർവാചീനവും നവീനവും PSC ചോദിച്ചിട്ടുണ്ട്. പ്രാചീനം, അർവാചീനം അല്ലെങ്കിൽ നവീനം. പ്രാചീനം, അർവാചീനം അല്ലെങ്കിൽ നവീനം. പുരാതനത്തിൻ്റെ വിപരീതം ആധുനികമാണ്. പുരാതനം, ആധുനികം. പുരാതനത്തിൻ്റെ വിപരീതം ആധുനികം. അതുപോലെ സുഗന്ധത്തിൻ്റെ വിപരീതം ദുർഗന്ധമാണ്. സുഗന്ധം, ദുർഗന്ധം. ഗർഹണീയത്തിൻ്റെ വിപരീതം സ്പൃഹണീയമാണ്. സ്പൃഹണീയമാണ് ഗർഹണീയത്തിൻ്റെ വിപരീതം. ഗർഹണീയം, സ്പൃഹണീയം. വിപുലത്തിൻ്റെ വിപരീതം സംഗ്രഹമാണ്. വിപുലം, സംഗ്രഹം. വിപുലത്തിൻ്റെ വിപരീതം സംഗ്രഹമാണ്. മൗനത്തിൻ്റെ വിപരീതം വാചാലമാണ്. മൗനം, വാചാലം. മൗനം, വാചാലം. വൃദ്ധൻ്റെ വിപരീതം യുവാവാണ്. വൃദ്ധൻ, യുവാവ്. നമുക്ക് സിമ്പിളായിട്ട് ഓർക്കാമല്ലോ. വൃദ്ധൻ, യുവാവ്. ഉദാത്തത്തിൻ്റെ വിപരീതം അനുദാത്തമാണ്. ഉദാത്തം, അനുദാത്തം. ഉദാത്തത്തിൻ്റെ വിപരീതം അനുദാത്തമാണ്. ഉറ്റവൻ്റെ വിപരീതം പറ്റവനാണ്. ഉറ്റവൻ, പറ്റവൻ. അപകൃഷ്ടത്തിൻ്റെ വിപരീതം ഉത്കൃഷ്ടമാണ്. അപകൃഷ്ടം, ഉത്കൃഷ്ടം. ആന്തരത്തിൻ്റെ വിപരീതം ബാഹ്യമാണ്. ബാഹ്യം, അന്തരം. ആന്തരത്തിൻ്റെ വിപരീതം ബാഹ്യമാണ്. ആഘാതത്തിൻ്റെ വിപരീതം പ്രത്യാഘാതമാണ്. ആഘാതം, പ്രത്യാഘാതം. അധികത്തിൻ്റെ വിപരീതം ന്യൂനമാണ്. അധികം, ന്യൂനം. അല്പത്തിൻ്റെ വിപരീതം അനൽപമാണ്. അല്പം, അനൽപം. കുചേലൻ്റെ വിപരീതം കുബേരനാണ്. കുചേലൻ, കുബേരൻ. പ്രഭാതത്തിൻ്റെ വിപരീതം പ്രദോഷമാണ്. പ്രഭാതം, പ്രദോഷം. ആശാസ്യം, അതിൻ്റെ വിപരീതം അനാശാസ്യമാണ്. ആശാസ്യത്തിൻ്റെ വിപരീതം അനാശാസ്യമാണ്. അഗ്രജൻ്റെ വിപരീതം അവരജനാണ്. അഗ്രജൻ, അവരജൻ. ആദിയുടെ വിപരീതം അന്തമാണ്. ആദി, അന്തം. ആദി, അന്തം. അസ്തികൻ്റെ വിപരീതം നാസ്തികനാണ്. ആസ്തികൻ, നാസ്തികൻ. ആസ്തികൻ, നാസ്തികൻ. അബദ്ധത്തിൻ്റെ വിപരീതം സുബദ്ധമാണ്. അബദ്ധം, സുബദ്ധം. അബദ്ധം, സുബദ്ധം. ഉജ്ജ്വലത്തിൻ്റെ വിപരീതം അലസമാണ്. ഉജ്ജ്വലം, അലസം. ഉജ്ജ്വലം, അലസം. ഉച്ചത്തിൻ്റെ വിപരീതം നീചമാണ്. ഉച്ചം, നീചം. ത്യാജ്യത്തിൻ്റെ വിപരീതം ഗ്രാഹ്യമാണ്. ത്യാജ്യം, ഗ്രാഹ്യം. ത്യാജ്യം, ഗ്രാഹ്യം. ഖണ്ഡനത്തിൻ്റെ വിപരീതം മണ്ഡനമാണ്. ഖണ്ഡനം, മണ്ഡനം. ഖണ്ഡനത്തിൻ്റെ വിപരീതം മണ്ഡനമാണ്. ഗർഹ്യത്തിൻ്റെ വിപരീതം അഗർഹ്യമാണ്. ഗർഹ്യം, അഗർഹ്യം. കഠിനത്തിൻ്റെ വിപരീതം മൃദുവാണ്. കഠിനം, മൃദു. കഠിനം, മൃദു. മുഖ്യത്തിൻ്റെ വിപരീതം ഗൗണമാണ്. മുഖ്യം, ഗൗണം. പ്രകൃതിയുടെ വിപരീതം വികൃതിയാണ്. പ്രകൃതി, വികൃതി. പ്രകൃതിയുടെ വിപരീതം വികൃതിയാണ്. പുരോഗതിയുടെ വിപരീതം പശ്ചാത്ഗതിയാണ്. പശ്ചാത്ഗതിയാണ് പുരോഗതിയുടെ വിപരീതം. കടിഞ്ഞൂലിൻ്റെ വിപരീതം കടശിയാണ്. കടിഞ്ഞൂൽ, കടശി. കനിഷ്ഠൻ്റെ വിപരീതം ജ്യേഷ്ഠനാണ്. കനിഷ്ഠൻ, ജ്യേഷ്ഠൻ. ഏകാഗ്രതയുടെ വിപരീതം വ്യഗ്രതയാണ്. ഏകാഗ്രത, വ്യഗ്രത. നന്മയുടെ വിപരീതം തിന്മയാണ്. നന്മ, തിന്മ. മുന്നണിയുടെ വിപരീതം പിന്നണിയാണ്. മുന്നണി, പിന്നണി. കലുഷത്തിൻ്റെ വിപരീതം അകലുഷമാണ്. കലുഷം, അകലുഷം. നിന്ദയുടെ വിപരീതം സ്തുതിയാണ്. നിന്ദിക്കുക, സ്തുതിക്കുക. അറിയാലോ, നിന്ന, സ്തുതി. ശീതളത്തിൻ്റെ വിപരീതം ഊഷ്മളമാണ്. ശീതളം, ഊഷ്മളം. ശാശ്വതത്തിൻ്റെ വിപരീതം നശ്വരമാണ്. ശാശ്വതം, നശ്വരം. കൃതജ്ഞതയുടെ വിപരീതം കൃതജ്ഞതയാണ്. കൃതജ്ഞത, കൃതജ്ഞത. കൃതജ്ഞതയുടെ വിപരീതം കൃതജ്ഞത. കൃതജ്ഞത, കൃതജ്ഞത. ഇഹത്തിൻ്റെ വിപരീതം പരമാണ്. ഇഹം, പരം. ഇഹത്തിൻ്റെ വിപരീതം
പരമാണ്. പ്രത്യക്ഷത്തിൻ്റെ വിപരീതം പരോക്ഷമാണ്. പ്രത്യക്ഷം പരോക്ഷം. പ്രത്യക്ഷം പരോക്ഷം. ഉൽപ്പതിഷ്ണുവിൻ്റെ വിപരീതം യാഥാസ്ഥിതികനാണ്. ഉൽപ്പതിഷ്ണു യാഥാസ്ഥിതികൻ. മന്ദത്തിൻ്റെ വിപരീതം ശീഘ്രമാണ്. മന്ദം ശീഘ്രം. ശീഘ്രം നടക്കുക, മന്ദം നടക്കുക, മന്ദം ശീഘ്രം. വക്രത്തിൻ്റെ വിപരീതം ഋജുവാണ്. വക്രം ഋജു. വക്രത്തിൻ്റെ വിപരീതം ഋജുവാണ്. ഔദാര്യത്തിൻ്റെ വിപരീതം അനൗദാര്യം. ഔദാര്യത്തിൻ്റെ വിപരീതം അനൗദാര്യം. ഔചിത്യത്തിൻ്റെ വിപരീതം അനൗചിത്യമാണ്. ഔചിത്യം അനൗചിത്യം. കാടൻ്റെ വിപരീതം നാടനാണ്. കാടൻ നാടൻ. കടയുടെ വിപരീതം തലയാണ്. കട തല. കടക്കൽ വെട്ടുക, തലയ്ക്കൽ വെട്ടുക, കേട്ടില്ലേ? കട തല. കലുഷം അകലുഷം. കലുഷത്തിൻ്റെ വിപരീതം അകലുഷം. കാമ്യം നിഷ്കാമ്യം. കാമ്യത്തിൻ്റെ വിപരീതം നിഷ്കാമ്യമാണ്. കിഴക്കിൻ്റെ വിപരീതം പടിഞ്ഞാറാണ്. ഹിംസയുടെ വിപരീതം അഹിംസയാണ്. അതുപോലെ കുലീനയുടെ വിപരീതം കുലടയാണ്. കുലീന കുലട. കിഴക്ക് പടിഞ്ഞാറ്, ഹിംസ ഹിംസ, കുലീന കുലട. ദുഷ്ടാവിൻ്റെ വിപരീതം ശ്രോതാവാണ്. ദൃഷ്ടാവാണ്. ദുഷ്ടാവല്ല, ദൃഷ്ടാവ്. ദൃഷ്ടാവിൻ്റെ വിപരീതം ശ്രോതാവാണ്. ദൃഷ്ടാവ് ശ്രോതാവ്. ഭദ്രയുടെ വിപരീതം അഭദ്രയാണ്. ഭദ്ര അഭദ്ര. ഭദ്ര അഭദ്ര. ദുസ്സാധ്യത്തിൻ്റെ വിപരീതം സുസാധ്യമാണ്. ദുസ്സാധ്യം സാധ്യമല്ലാത്തത്, സുസാധ്യം പെട്ടെന്ന് സാധിക്കും. ദുസ്സാധ്യം സുസാധ്യം. ആഭിമുഖ്യത്തിൻ്റെ വിപരീതം വൈമുഖ്യമാണ്. ആഭിമുഖ്യം വൈമുഖ്യം. ആഭിമുഖ്യം വൈമുഖ്യം. ഇത്രയും കാര്യങ്ങളുള്ള ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കോഴ്സ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ LDC കോഴ്സിന് മെസ്സേജ് അയച്ചാൽ മതി. കോഴ്സ് വാങ്ങിക്കാവുന്നതാണ്. അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ ഞാൻ പറഞ്ഞ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞ കണ്ടൻറ്റ് എല്ലാം അതിനകത്ത് അവൈലബിൾ ആണ്. ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഇതുവരെ PSC ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ആ രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അത് അങ്ങനെയല്ല പഠിക്കേണ്ടത്. അത് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ടോപ്പിക്കായിട്ട് കുറച്ചായിട്ടാണ് നമ്മൾ കോഴ്സിൽ തന്നു പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കോഴ്സിൽ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ LDC കോഴ്സിന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. അടുത്ത വീഡിയോ കാണാം.